ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം. ഹരി ഓം. ഹരി ഓം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ സേദേയതമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച
നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധം 64-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. നൃഗമോക്ഷം എന്നതാണ് 64-ാം അധ്യായത്തിലെ വിഷയം. ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമ ലീലകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ തൻ്റെ ഗൃഹസ്ഥാശ്രമം ലോകത്തിന് മാതൃകയായിട്ടും കാണിക്കുന്നു. ലോകസംഗ്രഹം. ഭഗവാൻ കുചേലനുമായിട്ടുള്ള സമാഗമത്തിൽ അത് പറയുന്നുണ്ട്. കുചേലൻ വിവാഹം കഴിച്ചുവോ, ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചുവോ എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ പറയുന്നുണ്ട്, അങ്ങ് വിരക്തനാണ്, എതിർച്ഛാലാഭ സന്തുഷ്ടനാണ്, വിവാഹം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും ലോകസംഗ്രഹത്തിനായിട്ട് എന്നെ പോലെ എന്ന് പറയുന്നുണ്ട്. യഥാഹം ലോകസംഗ്രഹം. എപ്രകാരമാണോ ഞാൻ ലോകസംഗ്രഹത്തിന് ഗൃഹസ്ഥ ജീവിതം നയിക്കുന്നത്, അതുപോലെ അങ്ങും ഗൃഹസ്ഥ ജീവിതം സ്വീകരിച്ചുവോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ ഇവിടെ ഗൃഹസ്ഥ ജീവിതം എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട് പല കഥകളിലൂടെ. അപ്പം അങ്ങനെ ഒരു കഥയാണ് ഈ നൃഗമോക്ഷം എന്നുള്ള കഥ. തൻ്റെ മക്കളെയും പൗത്രന്മാരെയും എല്ലാവരെയും, ഭഗവാന് 16,008 ഭാര്യമാരിൽ ഓരോരുത്തരിലും 10 മക്കളും, അവർക്കൊക്കെ പിന്നീട് 10 മക്കളും എന്ന് പറഞ്ഞവർ വലിയൊരു കോടിക്കണക്കിന് സംഖ്യ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ മക്കളെ എങ്ങനെയാണ് ധർമ്മം ഉപദേശിച്ചത്, അഥവാ ധർമ്മത്തെ കാണിച്ചു കൊടുത്തത്, അതിന് ഉദാഹരണമായിട്ടുള്ളൊരു കഥയാണ് നൃഗമോക്ഷം എന്നുള്ളതായിട്ടുള്ള കഥ. സൂര്യവംശത്തിലെ ഇക്ഷ്വാകു വംശത്തിലെ ഒരു ചക്രവർത്തിയായിരുന്നു നൃഗൻ എന്നുള്ളത്. അദ്ദേഹം വലിയൊരു ദാനശീലനായിരുന്നുവെന്നും അങ്ങനെ ദാനം ചെയ്യുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ അശ്രദ്ധ കൊണ്ട് അദ്ദേഹത്തിന് പറ്റിയ ഒരു അബദ്ധം, അത് അദ്ദേഹത്തിന് എത്ര വലിയ നരക ജീവിതത്തെ കൊടുത്തു എന്നുള്ളത് കാണിച്ചു തരാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളും എന്ത് ചെയ്യുമ്പോഴും ശ്രദ്ധയോടെ ചെയ്യണം. ശ്രദ്ധയാദേയം
അശ്രദ്ധയാ അദേയം, ശ്രിയാദേയം, ഹ്രിയാദേയം, ധിയാദേയം, സംവിദാദേയം എന്നൊക്കെ വേദം പറഞ്ഞിരിക്കുന്ന ആ ദാനം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് സൂചിപ്പിക്കുകയും അല്ലെങ്കിൽ വ്യക്തമാക്കുകയും അത് അഭിമാനമില്ലാതെ കൊടുക്കണം. തൻ്റെ കർത്തവ്യമാണ്. ദാതവ്യം ഇതി, കൊടുക്കേണ്ടതാണ് എന്നുള്ള നിശ്ചയത്തോടുകൂടെ കൊടുക്കുന്നതാണ് സാത്വികമായിട്ടുള്ള ദാനം. കൊടുക്കാൻ നിർബന്ധിതനാവുകയല്ല. ആരെയെങ്കിലും പേടിച്ചിട്ടോ ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയിട്ടോ അല്ല ദാനം ചെയ്യുന്നത്. ഇതെൻ്റെ കർത്തവ്യമാണ്. എങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കുന്നുവോ, എങ്ങനെ ഞാൻ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുവോ, എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ കാര്യക്ഷമതയോടെ ചെയ്യുന്നുവോ, അതേപോലെയുള്ള എൻ്റെ ഒരു കർത്തവ്യമാണ് ദാനം. അല്ലാതെ എൻ്റെ ഒരു ഔദാര്യമൊന്നുമല്ല. എനിക്ക് എന്താ പറയുക, തോന്നുമ്പോൾ ഞാൻ ദാനം ചെയ്യും, തോന്നിയത് ദാനം ചെയ്യും, തോന്നുന്നവർക്ക് ദാനം ചെയ്യും എന്നൊന്നും പറയാനുള്ള അധികാരം നമുക്കില്ല. അതാണ് ഇവിടെ കർത്തവ്യമാണ് എന്ന ബോധം വേണം. നമ്മുടെ മുമ്പിൽ അർഹിക്കുന്നവർ വരുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടത് മസ്റ്റാണ്, നമ്മുടെ ഡ്യൂട്ടിയാണ്. കൊടുത്തില്ലെങ്കിൽ പാപമാണ് എന്ന ബോധം ഉണ്ടാവണം. കഴിവുണ്ടായിട്ടും കൊടുക്കാതിരിക്കുന്നത് വലിയ പാപമാണ്. ഭഗവാൻ അത് ഗീതയിൽ വ്യക്തമായി പറയുന്നുണ്ട്. ആരാണോ അവനവന് വേണ്ടി മാത്രം പാചകം ചെയ്യുന്നത് അവൻ കള്ളനാണ്. അവൻ ഭുജിക്കുന്നത് അവനവൻ്റെ പാപത്തെ തന്നെയാണ്. പല ഭാഗത്തും പറയുന്നുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ കർമ്മയോഗത്തിലും പറയുന്നുണ്ട് അല്ലേ? പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യാതെ, യജ്ഞശിഷ്ടം അല്ലാതെ ഭുജിക്കുന്നവൻ ഭുഞ്ചതേ തേതു അഘം പാപാഹ യേ പചന്തി ആത്മകാരണാത്. യേ ആത്മകാരണാത് പചന്തി. ആരാണോ അവനവൻ നിമിത്തമായിട്ട് അവനവന് വേണ്ടി തന്നെ പാചകം ചെയ്യുന്നത്, ഭുഞ്ചതേ തേതു അഘം പാപാഹ. പാപാഹ എന്ന് പറഞ്ഞാൽ ആ പാപികൾ അഘമേവ ഭുഞ്ചതേ, അവർ ചെയ്യുന്ന പാപങ്ങളെ ഒറ്റയ്ക്ക് ഭുജിക്കുന്നു. വേറെ ആർക്കും അവർ പങ്കിട്ട് കൊടുക്കുന്നില്ല. വേറെ ആരും അവരിൽ നിന്ന് പങ്കിട്ട് എടുക്കില്ല. കാരണം എന്താ? വേറെ ആർക്കും ഒന്നും പങ്കിട്ട് കൊടുക്കുന്നില്ല. താൻ നേടിയതൊന്നും മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കുന്നില്ല. മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട് താൻ ഉണ്ടാക്കിയ ധനവും വസ്തുക്കളൊന്നും മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കുന്നില്ല. അപ്പൊ പിന്നെ അവന്റെ പാപങ്ങളെയും അവൻ തനിയെ തന്നെ ഭുജിക്കണം. ഇപ്പൊ യജ്ഞശിഷ്ടാശിന സന്തഃ മുച്യന്തേ സർവകിൽബിഷൈഹി. യജ്ഞശിഷ്ടം അശിക്കുന്ന സജ്ജനങ്ങൾ സർവപാപങ്ങളിൽ നിന്നും മുക്തരായിത്തീരുന്നു. ഭുഞ്ചതേ തേതു അഘം പാപാഹ ഏ പചന്തി ആത്മകാരണാത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഭഗവാൻ ഗീതയിലൂടെ ഉപദേശിച്ചത് ഇവിടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കാനും നമുക്ക് കാണിച്ചു തരാനും, അതോടൊപ്പം തന്നെ ധർമ്മം ചര എന്ന വേദവാക്യത്തെ ധർമ്മം എങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്നുള്ളതും, അതുപോലെ ബ്രാഹ്മണരെ ബഹുമാനിക്കേണ്ട കാര്യത്തെക്കുറിച്ച് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. പിന്നീട് ആ മക്കളാണ് ബ്രാഹ്മണ ശാപം കൊണ്ട് വംശത്തിൻ്റെ നാശത്തിന് കാരണമാകുന്നതും. അതെന്തുകൊണ്ട്? അത് പിന്നെ ഈശ്വരേച്ഛ കൊണ്ട് തന്നെയാണ്, ഭഗവാന്റെ സങ്കല്പം കൊണ്ട് തന്നെയാണ്. അല്ലാതെ ഭഗവാൻ പഠിപ്പിക്കാത്തത് കൊണ്ടല്ല, വളർത്തു ദോഷമല്ല. നമ്മുടെ ഇന്നത്തെ കുട്ടികളെല്ലാം വളർത്തു ദോഷം കൊണ്ടാണ് ഓരോ പാപം ചെയ്യുന്നതെങ്കിൽ, ഭഗവാന്റെ മക്കൾ സപ്തർഷികളെ ഒന്ന് കളിയാക്കാൻ വേണ്ടി നുണ പറഞ്ഞ് പുരുഷൻ സ്ത്രീ വേഷം കെട്ടി
എന്ത് പ്രസവിക്കും എന്നൊക്കെ ചോദിച്ചത് കളിയാക്കാനാണെങ്കിലും അത് ഈശ്വരേച്ഛ കൊണ്ടാണ്, അത് വളർത്തു ദോഷം കൊണ്ടല്ല. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന്റെ ആ ഒരു മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശങ്ങൾ അതൊക്കെ ഈ സന്ദർഭത്തിലാണ്. ഈ അധ്യായം നമുക്ക് ആദ്യം വായിക്കാം, എന്നിട്ട് ഓരോ ശ്ലോകങ്ങളായിട്ട് നമുക്ക് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ചതുഷ്ഷഷ്ടിതമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഏകദോപവനം രാജൻ ജഗ്മുർയദുകുമാരകാഃ വിഹർത്തും സാംബ പ്രദ്യുമ്ന ചാരുഭാനുഗതാദയഃ. ക്രീഡിത്വാ സുചിരം തത്ര വിചിന്വന്തഃ പിപാസിതാഃ. ജലം നിരുദകേ കൂപേ ദദൃശുഃ സത്വമദ്ഭുതം. കൃകലാസം ഗിരിനിഭം വീക്ഷ്യ വിസ്മിതമാനസാഃ. തസ്യ ചോദ്ധരണേ യത്നം ചക്രുസ്തേ കൃപയാന്വിതാഃ. ചർമ്മജൈ താന്തവൈ പാശൈർബദ്ധ്വാ പതിതമർഭകാഃ. നാശക്നുവൻ സമുദ്ധർത്തും കൃഷ്ണായാചക്യുരുത്സുകാഃ. തത്രാഗത്യാരവിന്ദാക്ഷോ ഭഗവാൻ വിശ്വഭാവനഃ. വീക്ഷ്യോജ്ജഹാര വാമേന തം കരേണ സലീലയാ. സ ഉത്തമശ്ലോകകരാഭിമൃഷ്ടോ വിഹായ സദ്യസ്കൃകലാസരൂപം. സന്തപ്തചാമീകരചാരുവർണ്ണഃ സ്വർഗ്യദ്ഭുതാലങ്കരണാംബരസ്രക. പപ്രച്ഛ വിദ്വാനപി തന്നിദാനം ജനേഷു വിഖ്യാപയിതും മുകുന്ദഃ. കസ്ത്വം മഹാഭാഗ വരേണ്യരൂപോ ദേവോത്തമം ത്വാം ഗണയാമി നൂനം. ദശാമിമാം വാ കതമേന കർമ്മണ സംപ്രാപിതോസി അതതർഹ സുഭദ്ര. ആത്മാനമാഖ്യാഹി വിവിൽസതാം നോ യന്മന്യസേ നഃ ക്ഷമമത്ര വക്തും. ശ്രീശുക ഉവാച. ഇതി സ്മ രാജാ സംപൃഷ്ടഃ കൃഷ്ണേനാനന്ദമൂർത്തിനാ മാധവം പ്രണിപത്യാഃ കിരീടേനാർക്കവർച്ചസാ. നൃഗ ഉവാച. നൃഗോ നാമ നരേന്ദ്രോഹം ഇക്ഷ്വാകുതനയഃ പ്രഭോ. ദാനിഷ്വാഖ്യായമാനേഷു യതി തേ കർണമസ്പൃശം. കിം नु ते അവിദിതം നാദ സർവഭൂതാത്മസാക്ഷിണഃ. കാലേനാവ്യാഹതദൃശോ വക്ഷ്യേദാപിതവാജ്ഞയാ. യാവത്യഹസി കഥാ ഭൂമേഃ യാവത്യോ ദിവി താരകാഃ. യാവത്യോ വർഷധാരാശ്ച താവതീർ അദദാം സ്മഗാഃ. പയസ്വിനീസ്തരുണീ ശീലരൂപഗുണോപപന്നാ കപിലാ ഹേമശൃംഗീഃ. ന്യായാർജിതാരൂപ്യഘുരാ സവൽസാ ദുകൂലമാലാഭരണാ ദദാവഹം. സ്വലംകൃതേഭ്യോ ഗുണശീലവദ്ഭ്യഃ സീതകുടുംബേഭ്യർതവ്രതേഭ്യഃ. തപസ്രുതബ്രഹ്മവദാന്യസദ്ഭ്യഃ പ്രാദാം യുവഭ്യോ ദ്വിജപുംഗവേഭ്യഃ. ഗോഭൂഹിരണ്യായതനാശ്വഹസ്തിനഃ കന്യാ സദാസീഃ. തിലരൂപ്യശയ്യാഃ വാസാംസി രത്നാനി പരിച്ഛദാൻ രഥാൻ. ഇഷ്ടം ച യജ്ഞൈശ്ചരിതം ച പൂർത്തം. കസ്യചിദ്ദ്വിജമുഖ്യസ്യ ഭ്രഷ്ടാ ഗൗർമമ ഗോധനെ. സംപൃക്താ വിദുഷാ സാ ച മയാ ദത്താ ദ്വിജാതയേ. താം നീയമാനാം തൽസ്വാമി ദൃഷ്ട്വോവാച മമേതി തം. മമേതി പ്രതിഗ്രാഹ്യാഃ നൃഗോ മേ ദത്തവാനിതി. വിപ്രൗ വിവദമാനൗ മാം ഊചതുസ്വാർത്ഥസാധകൗ. ഭവാൻ ദാദാപഹർത്തേതി തച്ഛ്രുത്വാ മേ ഭവദ്ഭ്രമഃ. അനുനീതാവുഭൗ വിപ്രൗ ധർമ്മകൃത്സ്രഗതേന വൈ. ഗവാം ലക്ഷം പ്രകൃഷ്ടാനാം
दास्यामि एषा प्रदीयताम् भवन्तौ अनुगृह्णीतां किङ्करस्याविजानतः समुद्धरदमां कृत्स्राद् पतन्तं निरये अशुचौ नाहं प्रदीच्छे वैराजन् इत्युक्त्वा स्वामी अपाक्रमत नान्यद्गवामप्ययुधम् इच्छामीत्यपरो ययौ एतस्मिन्नन्तरे याम्यैः दूतैर्नीतोऽयमक्षयम् यमेन पृष्टस्तत्राहं देवदेव जगल्पते पूर्वं त्वम् अशुभं पुंसे उताहो नृपते शुभं नान्दं दानस्य धर्मस्य पश्ये लोकस्य भास्वतः पूर्वं देवाशुभं पुञ्जे इति प्राहपतेति सः तावत् अद्राक्षमात्मानं कृगला सम्पतन् प्रभो ब्रह्मण्यस्य वदान्यस्य तव दासस्य केशव स्मृतिर्नाद्याभिविध्वस्ता भवल् सन्दर्शनार्तिनः सत्वं कदं मम विभोक्षिपदः परात्मा योगेश्वरैः श्रुतिदृशामलहृद्विभाव्यः साक्षाददोक्षज उरुव्यसनान्दबुद्धेः स्यान्मेऽनुदृश्य इह यस्य भवाभवर्गः देवदेव जगन्नाथ गोविन्द पुरुषोत्तम नारायण हृषीकेश पुण्यश्लोकाच्युताव्यया अनुजानीहि मां कृष्ण यान्दं देवगतिं प्रभो यत्र क्वापि सतश्चेदो भूयान्मे त्वल्पदास्पदम् नमस्ते सर्वभावाय ब्रह्मणे आनन्दशक्तये कृष्णाय वासुदेवाय योगानां पतये नमः इत्युक्त्वा तं परिक्रम्य पादौ स्पृष्ट्वा स्वमौलिना अनुज्ञातो विमानाग्र्यम् आरुहत् पश्यतां नृणाम् कृष्णः परिजनं प्राह भगवान् देवकीसुतः ब्रह्मण्यदेवो धर्मात्मा राजन्यान् अनुशिक्षयन् दुर्जरं वद ब्रह्मस्वं भुक्तमग्नेर्मनागपि तेजीयसोऽपि किमुत राज्ञामीश्वरमानिनाम् नाहं हालाहलं मन्ये विषं यस्य प्रतिक्रिया ब्रह्मस्वं हि विषं प्रोक्तं नास्य प्रतिविधिर्भुवि हिनस्ति विषमत्तारं वह्निरग्निः प्रशम्यति कुलं समूलं दहति ब्रह्मस्वारणिपावगः ब्रह्मस्वं दुरनुज्ञातं भुक्तं हन्ति त्रिपूरुषं प्रसह्यतु बलात् भुक्तं दशपूर्वान् दशापरान् राजानो राजलक्ष्म्यान्दा नात्मपादं विचक्षते निरयं येऽभिमन्यन्ते ब्रह्मस्वं साधु बालिशाः गृह्णन्ति यावतः पांसून् क्रन्ददाम् अश्रुबिन्दवः विप्राणां हृदवृत्तीनां वदान्यानां कुटुम्बिनां राजानो राजकुल्याश्च तावतोऽब्धान् निरङ्कुशाः कुम्भीपाकेषु पच्यन्ते ब्रह्मदायापहारिणः स्वदत्तां परदत्तां वा ब्रह्मवृत्तिं हरेच्छयः षष्टिवर्षसहस्राणि विष्ठायां जायते क्रमिः न मे ब्रह्मधनं भूयात् यद्गृध्वाल्पायुषो नराः पराजिताश्च्युता राज्यात् भवन्त्युद्वेजिनो हयः विप्रं कृदागसमपि नैव द्रुह्यत मामगाः ग्नन्दं बहुशपन्दं वा नमस्कुरुत नित्यशः यदाहं प्रणमे विप्रान् अनुकालं समाहितः तदा नमत यूयं च योऽन्यथा मे सदण्डभाक् ब्राह्मणार्तो हि अपहृतो हर्तारं पादयत्यतः अजानन्दमभिह्येनं नृगं ब्राह्मणगौरिव एवं विस्राव्य भगवान् मुकुन्दो द्वारगौगसः
പാവനഃ സർവലോകാനാം വിവേശ നിജമന്ദിരം. ഹരി ഓം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ നൃഗോപാഖ്യാനം നാമ ചതുഷ്ഷഷ്ടിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. നാരായണ. അപ്പോൾ ഭഗവാന്റെ വിവാഹങ്ങൾ, ഭഗവാന്റെ സന്തതികളെക്കുറിച്ച് എല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞ് ഭഗവാന്റെ ചില മക്കളുടെ വിവാഹം, അല്ലെങ്കിൽ പ്രദ്യുമ്നൻ്റെയും അനിരുദ്ധൻ്റെയും ഒക്കെ വിവാഹങ്ങളെക്കുറിച്ചും പറഞ്ഞു. അതിൻ്റെ തുടർച്ചയായിട്ട് ഗൃഹസ്ഥാശ്രമ ധർമ്മം ഭഗവാൻ അനുഷ്ഠിക്കുന്നത് എങ്ങനെയൊക്കെയാണ് അത് കാണിക്കാനാണ് ഈ ഒരു കഥ ഇതിൻ്റെ ഇടയിൽ വരുന്നത്. നൃഗമോക്ഷം എന്നുള്ള കഥ. നമുക്ക് കഥയിലേക്ക് ഡയറക്റ്റായിട്ട് പ്രവേശിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശമസ്കന്ധേ ചതുഷ്ഷഷ്ടിതമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഏകതോപവനം രാജൻ ജഗ്മുർയദുകുമാരകാഃ വിഹർത്തും സാംബ പ്രദ്യുമ്ന ചാരുഭാനോ ഗതാദയഃ. ശ്രീശുക ഉവാച. ഏകതോപവനം രാജൻ ജഗ്മുഃ യദുകുമാരകാഃ വിഹർത്തും സാംബ പ്രദ്യുമ്ന ചാരുഭാനോ ഗതാദയഃ. സുഖബ്രഹ്മർഷി ഒരു കഥ എപ്പോഴോ നടന്നത് ഏകഥ എന്ന് പറയുന്നത്, ഒരിക്കൽ എന്ന്. ഈ കഥകളൊന്നും തന്നെ അത് നടന്നതിൻ്റെ ക്രമത്തിലല്ല പറയുന്നത്. ക്രോണോളോജിക്കൽ ഓർഡർ എന്ന് പറയും. കാലം ഏതേത് ആദ്യമാദ്യം നടന്നുവോ അത് ആദ്യമാദ്യം പറഞ്ഞ് പിന്നീട് നടന്ന കാര്യങ്ങൾ പിന്നീട് പറയുന്ന ഒരു ചരിത്രം പറയും പോലെ അല്ല. ഇത് വിഷയങ്ങൾക്കനുസരിച്ചാണ് ഭാഗവതം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ലക്ഷണങ്ങൾ തന്നെ അങ്ങനെയാണല്ലോ. 10 ലക്ഷണങ്ങളോട് കൂടിയിട്ടാണല്ലോ പറഞ്ഞു തുടങ്ങിയത്. സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതികൾ, അതുപോലെ മന്വന്തരകഥ, ഈശാനുകഥ, നിരോധം, മുക്തി, ആശ്രയം. ആ 10 ലക്ഷണങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് വിസ്തരിച്ച് ഭാഗവതം പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ മത്സ്യ, കൂർമ്മ, വരാഹ, നരസിംഹ, വാമന, പരശുരാമ, ശ്രീരാമ, ബലരാമ, ശ്രീകൃഷ്ണ, കൽക്കി എന്നുള്ള ഓർഡറിൽ ദശാവതാരങ്ങളെ പറയാൻ വേണ്ടിയിട്ടല്ല. അത് അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ പ്രാധാന്യം ജന്മാദ്യസ്യ യതഃ, ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി, സ്ഥിതി, സംഹാരങ്ങൾ യാതൊന്നിൽ നിന്ന് ആ പരമസത്യത്തെ ഞങ്ങൾ വിചാരം ചെയ്യുന്നു. ഇതാണ് ഭാഗവത ആരംഭത്തിൽ പ്രതിജ്ഞ ചെയ്തത്. അപ്പോൾ ആ പരമസത്യത്തെക്കുറിച്ചിട്ടുള്ള വിചാരമാണ് മുഖ്യം. അത് ലക്ഷണങ്ങളിലൂടെയാണ്, സർഗവിസർഗാദി ലക്ഷണങ്ങളിലൂടെ.
അപ്പോൾ അതിൽ കാലക്രമമല്ല മുഖ്യം. ഏത് അവതാരം ആദ്യം നടന്നു, ഏത് അവതാരം പിന്നെ നടന്നു, അതിനനുസരിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ശ്രീകൃഷ്ണ ലീലകളിലും കുറേയൊക്കെ ആ കാലക്രമത്തെ അനുസരിച്ചിട്ടുണ്ട് എന്നല്ലാതെ എല്ലാ കഥകളും അങ്ങനെയല്ല. ഇനിയും കുചേലോപാഖ്യാനം പറയുമ്പോഴും ഇടയിൽ നിന്നാണ് പറയുന്നത്. മറ്റ് സമന്ത പഞ്ചകത്തിൽ കുരുക്ഷേത്രത്തിലേക്ക് പോകുന്നത് പറയുന്നതും അത് മുമ്പെപ്പോഴോ നടന്നതിനെ അവിടെ സന്ദർഭവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അതിനൊക്കെ ഓരോരോ എന്താ പറയുക ഉദ്ദേശ്യമുണ്ട്. ശ്രീ ശുഖബ്രഹ്മർഷിയുടെ വ്യാസന്റെ ഉള്ളിൽ ഒരു പദ്ധതിയുണ്ട്. ഭഗവാന്റെ മാഹാത്മ്യം വർണ്ണിച്ചു വരുന്ന ക്രമം നമ്മുടെ ഉള്ളിലെ ഭഗവാനെ വളർത്തി 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 കൊണ്ടുവരുന്നതായിട്ടുള്ള ഒരു ക്രമം. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നത് ഉറപ്പിക്കാനുള്ള സന്ദർഭങ്ങളിലൊക്കെ ഉറപ്പിച്ചുകൊണ്ടും ഭഗവാൻ എങ്ങനെയാണ് ധർമ്മരക്ഷണത്തിനായിട്ട് അവതരിച്ച് ധർമ്മരക്ഷ ചെയ്യുന്നത്, ഏതൊക്കെ പ്രകാരത്തിൽ ഭഗവാൻ ധർമ്മരക്ഷ ചെയ്യുന്നു, അത് പല രീതിയിലാണ് ഭഗവാൻ ധർമ്മരക്ഷ ചെയ്യുന്നത്. ഇവിടെ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിൽ തൻ്റെ മക്കളെ, തൻ്റെ വംശത്തിലുള്ള കുട്ടികളെ ധർമ്മ ഉപദേശം ചെയ്തുകൊണ്ട് ലോകത്തിന് മാതൃക കാണിക്കുന്നു. ഈ കഥയൊന്നും വേണ്ട പോലെ പഠിക്കാത്തത് കൊണ്ടാണ് ഇന്നത്തെ തലമുറകൾ അവരുടെ മക്കൾക്ക് കൃഷ്ണൻ ചെയ്തതുപോലെ ധർമ്മോപദേശം ചെയ്യാത്തതും. അല്ലേ? ഭഗവാൻ കൃഷ്ണൻ പോലും തൻ്റെ മക്കൾക്ക് വേണ്ട ധർമ്മങ്ങളെല്ലാം യഥാസമയം ഉപദേശിച്ചിട്ടുണ്ട്. അതുപോലെ ആയിരിക്കണം കൃഷ്ണഭക്തരായിരിക്കുന്ന നമ്മളെല്ലാവരും എന്ന് ഗുരുവായൂരപ്പനെ തൊഴാൻ പോകുന്ന എല്ലാവരും ഒന്ന് വിചാരിച്ചിരുന്നെങ്കിലോ, തിരുപ്പതിയിൽ തൊഴാൻ പോകുന്ന എല്ലാവരും ഒന്ന് വിചാരിച്ചിരുന്നെങ്കിലോ, ശ്രീ പത്മനാഭസ്വാമിയെ തൊഴാൻ പോകുന്ന എല്ലാവരും ഒന്ന് വിചാരിച്ചിരുന്നെങ്കിലോ, ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നു, ഉപദേശിച്ചു തന്നു. ഇതൊന്നും അനുസരിക്കാതെ തോന്നിയവാസികളായിട്ട് നടന്ന് ഭഗവാന്റെ നിയമങ്ങളെ ധർമ്മങ്ങളെ ഒന്നും പാലിക്കാതെ ഭഗവാനെ മണിയടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വഴിപാടും ചെയ്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി തിരക്ക് കൂട്ടുന്നു, ക്ഷേത്രങ്ങളെ മാലിന്യ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു. അല്ലേ? അപ്പോൾ ഭഗവാനോട് ഭക്തി ഉണ്ടെങ്കിൽ ആ ഭഗവാൻ എന്തൊക്കെയാണ് നമ്മൾക്ക് ഉപദേശിച്ചിട്ടുള്ളത്, ഭഗവാന്റെ നിയമങ്ങൾ എന്തൊക്കെയാണ്, അതനുസരിച്ച് നമ്മൾ ജീവിക്കണ്ടേ. എന്നാലേ ഭഗവാന്റെ മുമ്പിൽ ചെന്ന് ഭഗവാന്റെ മുഖത്ത് നോക്കാനുള്ള അല്ലേ ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു അധികാരം നമുക്കുണ്ടാവുന്നുള്ളൂ. എങ്ങനെ നമുക്ക് ലജ്ജയില്ലാതെ ഭഗവാന്റെ അടുത്ത് ചെന്ന് ഭഗവാനെ നോക്കാൻ, ഫേസ് ചെയ്യാൻ പറ്റുന്നത് ചിന്തിക്കണ്ടേ? ഒരു നാണമില്ലാതെ എന്തെങ്കിലുമൊക്കെ ഇറക്കാൻ വേണ്ടി മാത്രം ഭഗവാന്റെ അടുത്തേക്ക് പോവുക, നാണമില്ലേ? ഭഗവാനെ അനുസരിക്കാതെ ഇറക്കാൻ വേണ്ടി മാത്രമായിട്ട് പോവുക. അതാണ് നമ്മുടെ ഇന്നത്തെ അല്ലേ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളല്ല, ഇവിടെ ഇരിക്കുന്ന ആരുമല്ല കേട്ടോ. ഭാഗവതജ്ഞാന ഗംഗ സ്ഥിരം കാണുന്നവരാരുമല്ല, അല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. വ്യർത്ഥമർത്തിവ്രജോയം എന്ന് മേൽപ്പത്തൂർ അന്നേ പാടിയത് അത് തന്നെ അല്ലേ? ക്ഷുദ്രം തേ ചക്രവാടി ദ്രുമമഭിലഷതി വ്യർത്ഥമർത്തിവ്രജോയം. അർത്ഥികളുടെ കൂട്ടം തിരക്കാൻ വേണ്ടി ചെല്ലുക, ഭഗവാൻ പറയുന്നൊന്നും അനുസരിക്കാതെ. ലജ്ജയില്ല ആർക്കും. എന്താ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പോലും അവർ അന്വേഷിക്കുന്ന പോലുമില്ല. ഭഗവത്ഗീതയിൽ നിന്ന് ഒരു ശ്ലോകമെങ്കിലും പഠിക്കാൻ അവർ തയ്യാറാവുന്നില്ല. ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ആ ഭഗവാന്റെ ധർമ്മ ആചരണവും അതുപോലെ തന്നെ തൻ്റെ സന്തതികൾക്ക് അതിനെ എങ്ങനെയാണ് പകർന്നു കൊടുക്കുന്നതും നമുക്ക് കാണാം.
ഏകതോപവനം രാജൻ ജഗ്മുഹു യദുകുമാരകാഃ വിഹർത്തും സാംബ പ്രദ്യുമ്ന ചാരുഭാനു ഗദാദയഃ. ശുകബ്രഹ്മർഷി ഒരിക്കൽ എന്ന് പറഞ്ഞ് തുടരുകയാണ്. ഏകദ, ഹേ രാജൻ, അല്ലയോ പരീക്ഷിത്ത് രാജാവേ, ഉപവനം ജഗ്മുഹു, ഉപവനത്തിലേക്ക് അഥവാ ഉദ്യാനത്തിലേക്ക്, തോട്ടത്തിലേക്ക് ജഗ്മു ഗമിച്ചു. ആര്? യദുകുമാരകാഃ. യദുകുമാരകാഃ, യദുവംശത്തിലെ ചെറുപ്പക്കാരായിട്ടുള്ളവർ, കുമാരന്മാരായിട്ടുള്ളവർ. അവരാരൊക്കെയാണെന്ന് രണ്ടാമത്തെ വരിയിൽ പറയുന്നുണ്ട്. സാംബ പ്രദ്യുമ്ന ചാരുഭാനു ഗദ ആദയഃ. ഇപ്പൊ ഭഗവാന്റെ പുത്രന്മാരുടെ പേരാണ് സാംബൻ, പ്രദ്യുമ്നൻ, ചാരുഭാനു, ഗദൻ മുതലായവർ. അല്ലേ? സാംബൻ ജാമ്പവതി പുത്രനാണ്, പ്രദ്യുമ്നൻ രുക്മിണി പുത്രനാണ്, ചാരുഭാനു സത്യഭാമ പുത്രനാണ്, ഗദൻ ഭഗവാന്റെ തന്നെ മറ്റൊരു പുത്രനാണ്. അപ്പൊ എന്തായാലും ഭഗവാന്റെ പുത്രന്മാരാണ് ഇവിടെ പറഞ്ഞത്. ആ സമയത്ത് പൗത്രന്മാരായിട്ടുണ്ടോ എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല. പൗത്രന്മാരുടെ പേര് അനിരുദ്ധൻ എന്ന് പേര് പറഞ്ഞില്ല. അതുകൊണ്ട് ചിലപ്പോൾ മുമ്പേ നടന്ന കഥയാവാം. അനിരുദ്ധനൊക്കെ ജനിക്കുന്നതിന് മുമ്പേയുള്ള കഥയായിരിക്കാം. അതുകൊണ്ട് കുമാരകാഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. സാമ്പാദികളെ, പ്രദ്യുമ്നാദികളെ കുമാരക എന്ന് പറയുമ്പോൾ അവർ വിവാഹം കഴിച്ചിട്ടുണ്ടാവില്ല ആ പ്രായത്തിൽ. അപ്പൊ പ്രദ്യുമ്നന്റെയൊക്കെ വിവാഹത്തിന് മുമ്പാണെന്ന് നമ്മൾ ഊഹിക്കേണ്ടതാണ്. പ്രദ്യുമ്നൻ ആദ്യം ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട്, അല്ലേ? മായാവതിയും കൊണ്ടാ വന്നതേ, അതുണ്ടാവും. ബാക്കി രണ്ടാമത്തെ രുക്മവതിയെ വിവാഹം കഴിക്കുന്നത് നടന്നിട്ടുണ്ടാവില്ല ചിലപ്പോൾ. അതുപോലെ സാമ്പന്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവില്ല. ചാരുഭാനുവിൻ്റെയോ ഗദന്റെയോ വിവാഹങ്ങളൊന്നും നടന്നിട്ടുണ്ടാവില്ല. ഒരു കുട്ടി ചെറുപ്പക്കാരായിരിക്കുന്ന പ്രായം, യൗവനയുക്തന്മാരായിരിക്കുന്നവർ, അവര് അച്ഛന്മാരും മുത്തശ്ശന്മാരും ഒന്നും ആയിട്ടില്ല. അപ്പോ യദുകുമാരകാഹ ആര്? സാംബ, പ്രദ്യുമ്ന, ചാരുഭാനു, ഗദാദയഃ യദുകുമാരകാഹ. ഉപവനം ജഗ്മു. കിമർത്ഥം? എന്തിനായിക്കൊണ്ടാ അവർ ഉപവനത്തിൽ പോയത്? വിഹർത്തും. വിഹർത്തും എന്ന് പറഞ്ഞാൽ വിഹരിക്കുവാൻ, ക്രീഡിക്കുവാൻ എന്നർത്ഥം. അപ്പൊ ചെറുപ്പക്കാര് വ്യായാമങ്ങൾക്കായിട്ട് പല കളികളും കളിക്കും. അങ്ങനെയുള്ള പല കളികളും കളിക്കാനായിക്കൊണ്ട്, അല്ലേ? ഇപ്പോഴും നല്ല പ്രായത്തിലുള്ള യൗവനയുക്തരായിട്ടുള്ള എല്ലാവരും ക്രിക്കറ്റ്, ഫുട്ബോള്, ടെന്നീസ്, ബാഡ്മിന്റൺ എന്നൊക്കെ പറഞ്ഞ് പല കളികളും കളിക്കുന്നുണ്ട്. അതുപോലെ അന്നത്തെ കാലത്തെ കളികൾ കളിക്കാം. വിഹർത്തും. അപ്പോ എന്ത് ചെയ്തു അവര്? ക്രീഡിത്വാ സുചിരം തത്ര വിചിന്വന്തഃ പിപാസിതാഃ ജലം നിരുദകേ കൂപേ ദദൃശുഃ സത്വമദ്ഭുതം. ക്രീഡിത്വാ സുചിരം തത്ര വിചിന്വന്തഃ പിപാസിതാഃ ജലം നിരുദകേ കൂപേ ദദൃശുഃ സത്വമദ്ഭുതം. തത്ര സുചിരം ക്രീഡിത്വ, അവിടെ അവരെ കുറെ നേരം കളിച്ചു കഴിഞ്ഞിട്ട്, അവരുടെ വ്യായാമങ്ങളെല്ലാം കുറെ നേരം കഴിഞ്ഞപ്പോൾ, കുറെ കളി കഴിഞ്ഞപ്പോൾ, പിപാസിതാഹ. പിപാസ എന്ന് പറഞ്ഞാൽ പാതും ഇച്ഛ, വെള്ളം കുടിക്കാനുള്ള ദാഹം, അതാണ് പിപാസ. അപ്പൊ പിപാസിതാഹ എന്ന് പറഞ്ഞാൽ ദാഹമുള്ളവരായിട്ട്, ദാഹം ബാധിച്ചവരായിട്ട്, ജലം വിചിന്വന്തഃ, ജലത്തെ തെരയുന്നവരായിട്ട്, അടുത്ത് വല്ല ജലാശയവുമുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ഒരു കുഴി കണ്ടു. ആ കുഴി എങ്ങനെയുള്ളത്? നിരുതകേ കൂപേ. ഒരു കൂപം എന്ന് പറഞ്ഞാൽ ഒരു കിണറാണ്. നിരുതകം എന്ന് പറഞ്ഞാലോ ഉദകമില്ലാത്തത്, നിർഗതമായ ഉദകത്തോടു കൂടിയത്. അപ്പൊ വെള്ളമില്ലാത്തൊരു കിണർ കണ്ടു. അവിടെ ചെന്ന് വെള്ളം ഉണ്ടോയെന്ന് നോക്കാനായിട്ട് എത്തി നോക്കിയപ്പോൾ അവർ വെള്ളം കണ്ടില്ലെങ്കിലും പകരം വേറൊരു അത്ഭുതം കണ്ടു. അതെന്താണ്? അത്ഭുതം സത്വം ദദൃശുഃ. അത്ഭുതകരമായിട്ടുള്ളൊരു സത്വത്തെ അവർ ദർശിച്ചു. സത്വം എന്ന് പറഞ്ഞാൽ ഒരു ജന്തു എന്നർത്ഥം. അപ്പൊ എന്താ ഇവിടെ ജന്തു? അതെന്താണെന്ന് അടുത്ത ശ്ലോകത്തിലാണ് പറയുന്നത്. അത്ഭുതകരമായിട്ടുള്ള ഒരു സത്വം.
കൃകലാസം ഗിരിനിഭം വീക്ഷ്യ വിസ്മിതമാനസാഃ തസ്യ ചോദ്ധരണേ യത്നം ചക്രുഹുത്തെ കൃപയാന്വിതാഃ. കൃകലാസം ഗിരിനിഭം വീക്ഷ്യ വിസ്മിതമാനസാഃ തസ്യ ചോദ്ധരണേ യത്നം ചക്രുഹുത്തെ കൃപയാന്വിതാഃ. അപ്പൊ അവര് അത്ഭുത സത്വത്തെ കണ്ടു എന്ന് പറഞ്ഞാൽ എന്താണ്? കൃകലാസം. കൃകലാസം ഓന്ത്. ഓന്തിത്ര എന്താപ്പോ അത്ഭുതപ്പെടാനുള്ളത് എന്നാണെങ്കിൽ ഒരു സാധാരണ ഓന്തല്ല. ഗിരിനിഭം. ഗിരിനിഭം പർവ്വത സമാനം, പർവ്വത സദൃശം എന്നർത്ഥം. അപ്പൊ വലിയ ശരീരമുള്ള ഒരു പർവ്വതം പോലെയുള്ള ഒരു ഓന്ത് എന്നർത്ഥം. അങ്ങനെയുള്ള ഒരു ഗിരിനിഭം കൃകലാസം വീക്ഷ്യ കണ്ടിട്ട് വിസ്മിതമാനസാഹ അവരുടെ മനസ്സെല്ലാം അത്ഭുത പരതന്ത്രമായി വിസ്മയിച്ചു എന്നർത്ഥം. ഇതെന്താ അത്? നമ്മൾ ഓന്തൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് ഇങ്ങനെ ഓന്തിന്റെ ആകൃതിയിലുള്ള അത്രയും വലിയൊരു സാധനം എന്താണ് അല്ലേ? ഈ മുതലകൾക്കും മറ്റുമൊക്കെ ഓന്തിന്റെ ആകൃതി തന്നെയാണ്. ഇനി അതിൻ്റെയൊക്കെ വലിയൊരു മുതലേക്കാൾ വലുതാണ് ഗിരിനിഭം എന്ന് പറയുമ്പോൾ. ദിനോസാറുകളെ പോലെയുള്ളത് അല്ലേ? പണ്ട് ദിനോസാറുകൾ ഉണ്ടായിരുന്നു. ആ ദിനോസാറുകൾ ഓന്തിൻ്റെയൊക്കെ ഒരു ഷേപ്പുകളുള്ളതുണ്ട്. അപ്പൊ അതുപോലെയുള്ള വലിയ പർവ്വത സമാനമായിട്ടുള്ള ഒരു ഓന്തിനെ കണ്ടു. ഒരു ദിനോസാറോളം വലിപ്പമുള്ള ഓന്തിനെ എന്നർത്ഥം. കൃകലാസം ഗിരിനിഭം വീക്ഷ്യ വിസ്മിതമാനസാഹ. എന്നിട്ടോ അതിനെ കണ്ടപ്പോ അതിന് കിണറ്റിൽ നിന്ന് കരകയറാൻ പറ്റാതെ കഷ്ടപ്പെടുന്നതായിട്ട് അവർക്ക് തോന്നി. അതാണ് കൃപയാന്വിതാഹ. കൃഷ്ണന്റെ മക്കളല്ലേ, അവർക്ക് സ്വാഭാവികമായിട്ടും സത്വഗുണമുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സ് അലിഞ്ഞു. കൃപയാ അന്വിതാഹ, കാരുണ്യം കൊണ്ട് അലിഞ്ഞവരായിട്ട്. തസ്യ ച ഉദ്ധരണേ യത്നം ചക്രുഹു തേ 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 യദുകുമാരകാഹ തസ്യ ഉദ്ധരണേ യത്നം ചക്രുഹു. ആ ഓന്തിനെ കരകയറ്റാനായിക്കൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് അവരാൽ ആവുന്ന പോലെ പ്രയത്നം ചെയ്തു. യത്നം ചക്രുഹു. ചക്രുഹു എന്ന് പറഞ്ഞാൽ ചെയ്തു. ചകാര ഏകവചനം, ചക്രുഹു ബഹുവചനം. എല്ലാരും കൂടി ചെയ്തതുകൊണ്ട് ചക്രുഹു. ചർമ്മജൈസ്താന്തവൈഃ പാശൈഃ ബദ്ധ്വാ പതിതമർഭഗാഃ നാശക്നുവൻ സമുദ്ധർത്തും കൃഷ്ണായാചക്യുരുത്സുകാഃ. ചർമ്മജൈസ്താന്തവൈഃ പാശൈഃ ബദ്ധ്വാ പതിതമർഭഗാഃ നാശക്നുവൻ സമുദ്ധർത്തും കൃഷ്ണായാചക്യുരുത്സുകാഃ. ചർമ്മജൈഃ താന്തവൈഃ പാശൈഃ ബദ്ധ്വാ പതിതം അർഭഗാഃ. അപ്പോൾ അർഭഗാഃ എന്ന് പറഞ്ഞാൽ ഇവിടെ ബാലന്മാർ എന്നുള്ള അർത്ഥത്തില് യൗവനയുക്തം ആയിട്ടുള്ള അല്ലെങ്കിൽ കുമാരന്മാരായിരിക്കുന്ന ഈ യാദവ ബാലന്മാർ അർഭഗാഃ ആ പതിതം വീണ് കിടക്കുന്ന കിണറ്റിൽ കിടക്കുന്നതായിരിക്കുന്ന ആ ഓന്തിനെ കൃകലാസത്തെ പാശൈർ ബദ്ധ്വാ പാശങ്ങളെ കൊണ്ട് ബന്ധിച്ചിട്ട്. അപ്പൊ എന്തൊക്കെ കൊണ്ടുള്ള പാശങ്ങളെ എന്ന് പറയുന്നത്? ചർമ്മജൈഹി ചർമ്മങ്ങളെ കൊണ്ടുണ്ടാക്കിയത്, ചർമ്മത്തിൽ നിന്ന് ജനിച്ചത് എന്ന് പറഞ്ഞാൽ പല മൃഗങ്ങളുടെയും തോലുകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കയറുകൾ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള കയറുകൾ കൊണ്ടും. താന്തവൈഹി തന്തുക്കൾ എന്ന് പറഞ്ഞാൽ ചകിരിനാര് പോലെയുള്ള ചണനാര് പോലെയുള്ള നൂലുകളെ കൂട്ടി കെട്ടിക്കഴിഞ്ഞാൽ അത് വലിയ കയറായി പിരിച്ചെടുക്കും അല്ലേ? അങ്ങനെ താന്തവം എന്ന് പറഞ്ഞാല് തന്തുക്കൾ പിണച്ചുണ്ടാക്കിയിട്ടുള്ള പിണച്ചുണ്ടാക്കിയിട്ടുള്ള കയറുകളെ കൊണ്ടോ. അപ്പോ ചർമ്മങ്ങൾ കൊണ്ടുള്ള കയറോ പാശമോ അല്ലെങ്കിൽ കയറ് ഒറിജിനൽ കയറ് തന്നെ തന്തുക്കളെ കൊണ്ടുണ്ടാക്കിയ പാശങ്ങളെ കൊണ്ടോ വീണ് കിടക്കുന്നതായിട്ടുള്ള അതിനെ ബന്ധിച്ചിട്ട് സമുദ്ധർത്തും ഉദ്ധരിക്കാൻ പ്രയത്നിച്ചു. പക്ഷെ ന അശക്നുവൻ അവര് ശക്തരായില്ല എന്നർത്ഥം. അശക്നുവൻ എന്ന് പറഞ്ഞാൽ ശക്തനായി എന്നാണ്. ന അശക്നുവൻ ശക്തരായില്ല, അവർക്ക് ശക്തി ഉണ്ടായില്ല. സമുദ്ധർത്തും അവരെത്രയൊക്കെ പരിശ്രമിച്ചിട്ടും ആ വലിയ മല പോലെയുള്ളതായിട്ടുള്ള കൃകലാസത്തെ കരയ്ക്ക് കയറ്റാൻ സാധിച്ചില്ല.
എന്ത് ചെയ്തു? അപ്പൊ ആരൊക്കെയോ ഓടിച്ചെന്ന് കൃഷ്ണായ ആചക്യുഹു ഉത്സുകാഹ, വളരെ ഉത്സാഹഭരിതരായിട്ട് ഈ ഒരു അത്ഭുത ജന്തുവിനെ കണ്ട വിവരവും അതിനെ കരയ്ക്ക് കയറ്റാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള വിവരവും അന്ന് തന്നെ വന്ന് അച്ഛൻ തന്നെ വന്ന് ഇതിനെ കരകയറ്റണമെന്ന് മക്കളിൽ ആരൊക്കെയോ ചെന്ന് കൃഷ്ണനോടായിക്കൊണ്ട് ആചക്യു എന്ന് പറഞ്ഞാൽ ആഖ്യാനം ചെയ്തു, പറഞ്ഞു കൊടുത്തു എന്നർത്ഥം. അപ്പൊ കൃഷ്ണനോട് ഉത്സാഹത്തോടെ ചിലര് ഓടിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ അവിടെ എത്തി. തത്രാഗത്യാരവിന്ദാക്ഷോ ഭഗവാൻ വിശ്വഭാവനഃ വീക്ഷ്യോജ്ജഹാര വാമേന തം കരേണ സലീലയാ. തത്രാഗത്യാരവിന്ദാക്ഷോ ഭഗവാൻ വിശ്വഭാവനഃ വീക്ഷ്യോജ്ജഹാര വാമേന തം കരേണ സലീലയാ. ഭഗവാൻ തത്ര ആഗത്യ അരവിന്ദാക്ഷഃ ഭഗവാൻ വിശ്വഭാവനഃ, ഭഗവാനെ വിശ്വഭാവന, ലോകത്തെ രക്ഷിക്കുന്നവൻ. അപ്പൊ ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ കഴിവുള്ള ഭഗവാൻ ഈ ഓന്തിനെ രക്ഷിക്കാൻ എന്താ പ്രയാസം? അങ്ങനെയുള്ള വിശ്വഭാവനനും അരവിന്ദാക്ഷൻ താമരക്കണ്ണനുമായിട്ടുള്ള ഭഗവാൻ തത്ര ആഗത്യ അവിടേക്ക് വന്നു ചേർന്ന് വീക്ഷ്യ ഈ കിണറ്റിലേക്ക് നോക്കിയപ്പോൾ കണ്ടു ആരെ? ഈ കൃകലാസത്തെ. എന്നിട്ടോ ഉജ്ജഹാര ഉദ്ധരിച്ചു, മുകളിലേക്ക് കയറ്റി. എങ്ങനെ? ആരെ? തം എന്ന് പറഞ്ഞാൽ തം കൃകലാസം എങ്ങനെ കയറ്റി? വാമേന കരേണ, ഇടത്തെ കൈകൊണ്ട്. പ്രയാസപ്പെട്ടിട്ടാണോ? ലീലയ, വളരെ ലാഘവത്തോടെ ലീലയോടുകൂടെ. മറ്റു കുട്ടികൾ എത്രയോ പേര് ചേർന്ന് എന്തെല്ലാമോ തന്തുക്കളെയൊക്കെ കൊണ്ട് ബന്ധിച്ച് കയറ്റാനായിക്കൊണ്ട് അവരൊക്കെ ആവത് ശ്രമിച്ചിട്ടും സാധിക്കാത്ത കാര്യം ഭഗവാൻ ഇടത്തെ കൈകൊണ്ട് വളരെ ലീലയായിട്ട് നിസ്സാരമായിട്ട് ആ കൃകലാസത്തെ കരയ്ക്ക് കയറ്റി എന്നർത്ഥം. അപ്പൊ കൃകലാസം ചെയ്ത പാപത്തിന്റെ ഭാരമാണ് അതിനെ അവിടെ മറ്റുള്ളവർക്ക് കയറ്റാൻ പറ്റാതിരുന്നത്, അല്ലേ? ആ പാപഭാരം എന്താ? ബ്രഹ്മസ്വാപഹാരം എന്നുള്ള പാപഭാരം, ബ്രാഹ്മണരുടെ മുതൽ അപഹരിക്കുക എന്ന പാപഭാരം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കയറ്റാൻ പറ്റാതിരുന്നത്. ഭഗവാൻ ആരാണ്? ബ്രഹ്മണ്യദേവനാണ്. ബ്രഹ്മണ്യദേവനായ ഭഗവാന്റെ സ്പർശം മതി ആ പാപമെല്ലാം പോകാൻ. ഇപ്പൊ ബ്രഹ്മണ്യനായ ഭഗവാൻ, ബ്രാഹ്മണപ്രിയനായ ഭഗവാൻ, ബ്രാഹ്മണരെ പൂജിക്കുന്നവനായ ഭഗവാൻ, ആ ഭഗവാന്റെ സ്പർശം കൊണ്ട് ആ കൃകലാസത്തിന്റെ എല്ലാ പാപവും നീങ്ങി. അതുകൊണ്ട് വല്ല പുഷ്പം പോലെ പൊങ്ങി വന്നു. ഭഗവാന്റെ സർവശക്തനായിട്ടുള്ള ഭഗവാന്റെ ഇടത്തെ കൈകൊണ്ട് ലീലയാ ഭഗവാൻ അതിനെ പൊക്കിയെടുത്തു എന്നർത്ഥം. ആ ഭഗവാന്റെ സ്പർശമേറ്റതോടുകൂടി സർവപാപങ്ങളും നീങ്ങിയ ആ കൃകലാസം എന്ത് രൂപത്തെ പ്രാപിച്ചു എന്ന് പറയണം അടുത്ത ശ്ലോകങ്ങൾ. സൗത്തമ ശ്ലോകരാഭിമൃഷ്ടോ വിഹായ സദ്യ കൃകലാസരൂപം സന്തപ്തചാമീകര ചാരുവർണ്ണ സ്വർഗ്യദ്ഭുതാലങ്കരണാംബരസ്രക. സൗത്തമശ്ലോകരാഭിമൃഷ്ടോ വിഹായ സദ്യ കൃകലാസരൂപം സന്തപ്തചാമീകര ചാരുവർണ്ണ സ്വർഗ്യദ്ഭുതാലങ്കരണാംബരസ്രക. ഇപ്പോ ഭഗവാന്റെ ഉത്തമ ശ്ലോക കരാഭിമൃഷ്ട സഹ. സഹ എന്ന് പറഞ്ഞത് കൃകലാസഹ, ആ ഓന്ത്. ഉത്തമ ശ്ലോകൻ, ഏറ്റവും പ്രശംസിക്കാൻ കീർത്തിക്കാൻ അർഹനായവൻ. എന്തുകൊണ്ട്? ഏറ്റവും മാഹാത്മ്യമേറിയവൻ, എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുന്നവനായതുകൊണ്ട്. അങ്ങനെയുള്ള ഉത്തമ ശ്ലോകനായ ഭഗവാന്റെ കരം കൊണ്ട് അഭിമർശിക്കപ്പെട്ടപ്പോൾ, സ്പർശിക്കപ്പെട്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? സദ്യ കൃകലാസരൂപം വിഹായ. ഇമ്മീഡിയറ്റ് ആയിട്ട് സ്പർശന മാത്രേണ
കൃകലാസരൂപം വിഹായ, തന്റെ ആ കൃകലാസരൂപം ഓന്തിന്റെ രൂപം വെടിഞ്ഞ് സന്തപ്ത ചാമീകര ചാരുവർണ്ണ സ്വർഗീ അത്ഭുതാലങ്കരണംബരസ്രക. സ്വർഗീ എന്ന് പറഞ്ഞാല് സ്വർഗത്തിലെ ദേവനെ പോലെ ഒരു ദേവനായി തീർന്നു. എങ്ങനെയുള്ള ദേവൻ? സന്തപ്ത ചാമീകര ചാരുവർണ്ണ, അദ്ദേഹത്തിന്റെ വർണ്ണം ചാമീകര വർണ്ണം. ചാമീകരം എന്നാൽ സ്വർണം. അതെങ്ങനെയുള്ളത്? സന്തപ്ത, ഇപ്പൊ ജ്വലിപ്പിച്ചത്, ഇപ്പൊ ചൂടാക്കിയത്. അപ്പോ ഏറ്റവും പുതിയ സ്വർണം എന്നർത്ഥം. കാലം കൊണ്ട് അഴുക്ക് പിടിച്ചതും നിറം മങ്ങിയതുമല്ല, ഇവിടെ തിളങ്ങുന്ന സ്വർണം എന്നർത്ഥം. തപിപ്പിച്ച ചാമീകരം പോലെയുള്ള മനോഹര വർണ്ണത്തോടുകൂടിയ ആ സ്വർഗത്തിലെ ഒരു ദേവനെ പോലെ അത്ഭുത അലങ്കരണ അംബര സ്രക്ക്. അത്ഭുതങ്ങളായ അലങ്കരണങ്ങളൊക്കെ ഉണ്ട്. മാലാദികൾ, മറ്റ് സ്വർണമാല, കിരീടം മുതലായതൊക്കെ, രത്നമാലകളെല്ലാം ഉണ്ട്. അംബരം, നല്ല വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്, പട്ടുവസ്ത്രങ്ങൾ. സ്രക്ക് എന്ന് പറഞ്ഞാൽ പൂമാലകളും ധരിച്ചിട്ടുണ്ട്. അപ്പൊ ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, പൂമാല മുതലായതൊക്കെ അലങ്കരിച്ച ഒരു ദേവനായിട്ട് നല്ല ജ്വലിക്കുന്ന സ്വർണത്തിന്റെ വർണ്ണത്തിലുള്ള ശരീരത്തോടുകൂടി ആ രൂപം മാറി. കൃകലാസ രൂപം മാറി ദേവരൂപമായി, ദിവ്യരൂപമായി ഭഗവാന്റെ സ്പർശം കൊണ്ട്. പപ്രച്ഛ വിദ്വാനഭിതന്നിദാനം ജനേഷു വിഖ്യാപയിതും മുകുന്ദഃ കസ്ത്വം മഹാഭാഗ വരേണ്യരൂപോ ദേവോത്തമം ത്വാം ഗണയാമി നൂനം. പപ്രച്ഛ വിദ്വാനഭിതന്നിദാനം ജനേഷു വിഖ്യാപയിതും മുകുന്ദഃ കസ്ത്വം മഹാഭാഗ വരേണ്യരൂപോ ദേവോത്തമം ത്വാം ഗണയാമി നൂനം. ഭഗവാൻ വിദ്വാനഭി, എല്ലാം അറിയുന്നവനാണ് ഭഗവാൻ. ഇവന്റെ കഥയൊക്കെ നല്ലോണം അറിയാം, സർവജ്ഞനാണ് ഭഗവാൻ. അപ്പൊ വിദ്വാനഭി തന്നിദാനം പപ്രച്ഛ. തന്നിദാനം എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം. ഏതിന്റെ കാരണം? ഇയാളിപ്പോ ഈ ഒരു കൃകലാസത്തിന്റെ അവസ്ഥയെ പ്രാപിക്കാനുണ്ടായ നിദാനം കാരണം. എന്ത് പറ്റി നിനക്ക് എന്ന് ചോദിക്കണം. എന്താ കാരണം? അയാളുടെ ഒറിജിനൽ രൂപം ഇപ്പൊ പ്രാപിച്ചു, ദേവരൂപം. അതാണ് ഹേ മഹാഭാഗ വരേണ്യരൂപ ദേവോത്തമം ത്വാം ഗണയാമി നൂനം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോ ഹേ മഹാഭാഗ, അല്ലയോ പുണ്യശാലിൻ, ഭാഗ്യവാനെ, കസ്ത്വം ത്വം കഹ, നീ ആരാണ്? വരേണ്യരൂപ, വളരെ ശ്രേഷ്ഠമായ രൂപത്തെ ധരിച്ചിരിക്കുന്നു ഇപ്പോൾ. അങ്ങനെയുള്ള നീ ആരാണ്? ദേവോത്തമം ഗണയാമി നൂനം, നിന്നെ ഞാനൊരു ദേവോത്തമനായി ഗണിക്കുന്നു, കണക്കാക്കുന്നു. നിശ്ചയം നീ ഒരു ദേവോത്തമൻ തന്നെയാണ്, പുണ്യാത്മാവ് തന്നെയാണ്. പക്ഷെ എന്താ നിന്റെ ഈ അവസ്ഥയ്ക്ക് നിദാനം എന്ന് വിദ്വാനഭി പപ്രച്ഛ. എല്ലാം അറിയുന്നവനാണെങ്കിലും പ്രശ്നം ചെയ്തു. എന്തിനു വേണ്ടി? ജനേഷു വിഖ്യാപയിതും, ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട്, പ്രസിദ്ധപ്പെടുത്താനായിട്ട്, ചുറ്റും കൂടി നിൽക്കുന്ന എല്ലാവർക്കും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇയാളുടെ കഥ കാണിച്ചു കൊടുത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടുവോ? അപ്പൊ ഇതുപോലെയുള്ള അവസ്ഥ നിങ്ങൾക്കും ഉണ്ടാവരുത്. അയാൾ നോക്കൂ, എത്ര പുണ്യാത്മാവാണ്, ദേവരൂപമാണിപ്പോ. പക്ഷെ അയാൾ ഇതുവരെ എന്ത് രൂപമായിരുന്നു? ഒരു തിര്യഗ് രൂപം, ഒരു കൃകലാസ രൂപമായിരുന്നില്ലേ? ഗതികെട്ട് കിണറ്റിനകത്ത് കിടക്കുകയായിരുന്നില്ലേ? അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് അറിയണ്ടേ? നിങ്ങളൊക്കെ കേൾക്കിൻ. ഇത് കേട്ടിട്ടെങ്കിലും നിങ്ങൾക്ക് അല്ലേ കണ്ടറിയാം. കണ്ടാലറിയാത്തവർ പിന്നെ കൊണ്ടാലറിയാം. അപ്പൊ അതിനുവേണ്ടി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജനേഷു വിഖ്യാപയിതും. ആ കാലത്ത് മുമ്പിൽ കൂടി നിൽക്കുന്നവരെ മാത്രമല്ല, പിന്നീട് അവര് എല്ലാരെയും കേൾപ്പിച്ചുകൊള്ളും. പിന്നീട് വ്യാസനും ശുഗനും ഒക്കെ നമ്മളെ കേൾപ്പിക്കും. അങ്ങനെ ലോകത്തിലുള്ള എല്ലാവരെയും അറിയിക്കാനായിക്കൊണ്ട്. ആരാണ് ഭഗവാൻ? മുകുന്ദ, എല്ലാവർക്കും മോക്ഷം കൊടുക്കുന്നതായിട്ടുള്ള ഭഗവാൻ മുകുന്ദൻ.
എല്ലാം അറിയുന്നവനാണെങ്കിലും ഒന്നും അറിയാത്തവനെ പോലെ ഇയാളുടെ വായിൽ നിന്ന് തന്നെ വരട്ടെ. താൻ എല്ലാം അറിയുന്നത് പോലെ തൻ്റെ ഇഷ്ടത്തിന് കഥ പറഞ്ഞാൽ ഇവരൊക്കെ വിശ്വസിച്ചോളണമെന്നില്ല. അപ്പൊ അനുഭവിച്ച ആള് തന്നെ തൻ്റെ അവസ്ഥ പറയട്ടെ, തൻ്റെ കാരണം പറയട്ടെ എന്ന് അയാളോട് ചോദിക്കുകയാണ്. നീ ആരാണ്? നീ ശ്രേഷ്ഠ രൂപനാണല്ലോ, ദേവോത്തമനായിട്ട് നിന്നെ ഞാൻ കണക്കാക്കുന്നു. നീ എന്ത് കാരണം കൊണ്ടാണ് ഈ വലിയ ജന്തുവായിട്ട് കടന്നത്? ദശാമിമാം വാ കതമേന കർമ്മണ സംപ്രാപിതോസി അതദർഹ സുഭദ്ര ആത്മാനമാഖ്യാഹി വിവിൽസദാം നോ യന്മന്യസേ നഃ ക്ഷമമത്ര വക്തും. ദശാമിമാം വാ കതമേന കർമ്മണ സംപ്രാപിതോസ്യ തദർഹ സുഭദ്ര ആത്മാനമാഖ്യാഹി വിവിൽസദാം നോ യന്മന്യസേ നഃ ക്ഷമമത്ര വക്തും. വീണ്ടും വിശദമായി ചോദിക്കുന്നു. ഹേ സുഭദ്ര, അല്ലയോ ശ്രേഷ്ഠനായിരിക്കുന്നവനെ, നല്ല ഭദ്രമായ കർമ്മങ്ങൾ ചെയ്തിരിക്കുന്നവനെ, കഥമേന കർമ്മണ ഇമാം ദശാം ത്വം സംപ്രാപിതഃ. കഥമേന കർമ്മണ, ഏത് കർമ്മം കൊണ്ടാണ്, ഏത് പ്രവൃത്തി കൊണ്ടാണ് ഇമാം ദശാം, ഈ ഒരു അവസ്ഥയെ, ഈ കൃകലാസത്തിന്റെ അവസ്ഥയെ, ത്വം സംപ്രാപിതഃ, നീ പ്രാപിക്കപ്പെട്ടത്? വാസ്തവത്തിൽ നീ ആരാണ്? അതദർഹ സംപ്രാപിതോസി അതദർഹ, നീ ഇത് അർഹിക്കുന്നില്ല. നിന്റെ ഇപ്പോഴത്തെ രൂപം കണ്ടു കഴിഞ്ഞാൽ നീ ഒരു ഓന്തായി കിടക്കേണ്ടവനല്ല. അപ്പൊ നിന്നെപ്പോലെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരാൾക്ക് എന്തുകൊണ്ട് ആ ഗതി വന്നു, ആ ഓന്തിന്റെ അവസ്ഥ വന്നു? അത് നീ അർഹിക്കുന്നില്ലല്ലോ, അതദർഹനാണല്ലോ. ന തദർഹ, നീ അത് അർഹിക്കുന്നില്ല. അപ്പൊ നീ എന്തുകൊണ്ട് ഈ ഒരവസ്ഥയെ പ്രാപിക്കപ്പെട്ടു? വിവത്സതാം നഃ അത്ര ഭക്തും ക്ഷമം മന്യസേയത് ആത്മാനമാഖ്യാഹി. വിവത്സതാം നഃ, വിവത്സ എന്ന് പറഞ്ഞാൽ വേദിതും ഇച്ഛ, അറിയാൻ ആഗ്രഹിക്കുന്നവൻ, അറിയാനുള്ള ആഗ്രഹം. അപ്പൊ വിവത്സതാം, അറിയാൻ ആഗ്രഹിക്കുന്നവരായ നഃ അസ്മാകം, ഞങ്ങളോട്, അത്ര വക്തും ക്ഷമം മന്യസേയത്, ഈ ഒരു കാര്യം പറയാൻ യോഗ്യമാണെന്ന് നീ കരുതുന്നുവെങ്കിൽ, വലിയ രഹസ്യമൊന്നുമല്ല, നിനക്ക് പറയാൻ വിരോധമില്ലെങ്കിൽ എന്നർത്ഥം. ആത്മാനമാഖ്യാഹി, നീ നിന്നെക്കുറിച്ച് പറഞ്ഞാലും, നീ ആരാണെന്ന് പറഞ്ഞാലും, എങ്ങനെ ഇതെല്ലാം സംഭവിച്ചു എന്ന് പറഞ്ഞാലും എന്ന് അവന്റെ കഥയെക്കുറിച്ച് ഭഗവാൻ വിസ്തരിച്ച് ചോദിച്ചു. ആ സമയത്ത് അവൻ മറുപടി പറയാൻ തുടങ്ങുന്നു. അതിന് ശ്രീശുക ബ്രഹ്മർഷി നമുക്ക് കണക്ട് ചെയ്യുന്നു. ശ്രീശുക ഉവാച ഇതി സ്മ രാജാ സംപൃഷ്ടഃ കൃഷ്ണേനാനന്ദമൂർത്തിനാ മാധവം പ്രണിപത്യാഹ കിരീടേനാർക്കവർച്ചസാ. ശ്രീശുക ഉവാച ഇതി സ്മ രാജാ സംപൃഷ്ടഃ കൃഷ്ണേനാനന്ദമൂർത്തിനാ മാധവം പ്രണിപത്യാഹ കിരീടേനാർക്കവർച്ചസാ. സുഖബ്രഹ്മർഷി കഥ തുടരുകയാണ്. ഇതി അനന്തമൂർത്തിനാ കൃഷ്ണേന സംപൃഷ്ടഃ രാജാ. ഇതി ഇപ്രകാരം അനന്തമൂർത്തിനാ കൃഷ്ണേന, വിവിധങ്ങളായ ആ അന്തമില്ലാത്ത മൂർത്തികളെ ധരിക്കുന്നവനായ കൃഷ്ണനാൽ, സാക്ഷാൽ പരമേശ്വരനായ കൃഷ്ണനാൽ, സംപൃഷ്ടഃ രാജ, നന്നായി ചോദ്യം ചെയ്യപ്പെട്ടവനായ ഈ രാജാവ്. ഇവിടെ രാജാവ് എന്ന് അയാൾ ആരാണ്, ഏത് രാജാവാന്നൊക്കെ ഇനി പറയാൻ പോകുന്നു. ഇപ്പൊ രാജാവ് അർക്കവർച്ചസ കിരീടേന മാധവം പ്രണിപത്യ ആഹ സ്മ. അർക്കവർച്ചസ കിരീടേന, സൂര്യ തേജസ്സുള്ള കിരീടം കൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചിട്ട്, അതാണ് മാധവം പ്രണിപത്യ, മാധവനെ, മായാനാഥനായ ഭഗവാനെ നമസ്കരിച്ചിട്ട് ആഹസ്മ പറഞ്ഞു അത്രേ, ഇങ്ങനെ പറഞ്ഞു എന്ന്. അപ്പോ ഇനി ആ രാജാവിന്റെ അഥവാ ദേവരൂപത്തിൽ നിൽക്കുന്ന അയാളുടെ വാക്യങ്ങളാണ്. ഭഗവാന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നു. ശ്രീ നൃഗ ഉവാച
നൃഗോ നാമ നരേന്ദ്രോഹം ഇക്ഷ്വാകുതനയഃ പ്രഭോ ദാനിഷ്വാഖ്യായമാനേഷു യദി തേ കർണമസ്പൃശം. നൃഗ ഉവാച നൃഗോ നാമ നരേന്ദ്രോഹം ഇക്ഷ്വാകുതനയഃ പ്രഭോ ദാനിഷ്വാഖ്യായമാനേഷു യദി തേ കർണമസ്പൃശം. നൃഗ ഉവാച. അപ്പൊ ആരാണ് പറയുന്നത്? നൃഗൻ എന്ന രാജാവാണ് പറയുന്നത്. ഭഗവാനെ പ്രഭോ എന്ന് സംബോധന ചെയ്യുന്നു. അല്ലയോ സർവസമർത്ഥ, അങ്ങയുടെ കാരുണ്യം കൊണ്ടാണല്ലോ ഞാനിപ്പോ എൻ്റെ നഷ്ടപ്പെട്ട അവസ്ഥയെ അല്ലെങ്കിൽ ദിവ്യമായ ഒരു ഭാവത്തെ പ്രാപിച്ചത്, എൻ്റെ ആ കൃകലാസ ഭാവത്തെ വെടിഞ്ഞത്. തീർച്ചയായിട്ടും അങ്ങ് ഒരു മഹാനാണ്, പ്രഭുവാണ്. അല്ലയോ പ്രഭോ ഭഗവാനെ, ഞാൻ ആരാണ്? ഇക്ഷ്വാകുതനയഃ നൃഗഃ നാമ നരേന്ദ്രഃ അഹം. എൻ്റെ കഥ കേട്ടോളൂ. ഇക്ഷ്വാകുതനയഃ, വൈവസ്വത മനുവിൻ്റെ 10 മക്കളിൽ മൂത്തവനാണ് ഇക്ഷ്വാകു. ആ ഇക്ഷ്വാകുവിൻ്റെ തനയനാണ് ഞാൻ. അപ്പൊ സൂര്യവംശത്തിലെ ഒരു ശ്രേഷ്ഠനായ രാജാവായിരുന്നു ഞാൻ. ഇക്ഷ്വാകുതനയഃ നൃഗഃ നാമ നരേന്ദ്രഃ അഹം. നൃഗൻ എന്ന പേരായ രാജേന്ദ്രനായിരുന്നു, അല്ലെങ്കിൽ മനുഷ്യന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായിരുന്നു ഞാൻ. ദാനിഷു ആഖ്യായമാനേഷു തേ കർണം യദി അസ്പൃശം. ആഖ്യായമാനേഷു ദാനിഷു, പേരുകേട്ടവരായ ആരുടെയൊക്കെ പേരുകൾ ദാനികളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ പറയുമോ? അല്ലേ, ദദീജി മഹർഷി, മഹാബലി, ശിബി ചക്രവർത്തി, ഇങ്ങനെ പലരുടെയും പേരുകൾ എടുത്തെടുത്ത് പറയും. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ പേരുകൾ എടുത്ത് പറയുന്ന കൂട്ടത്തിൽ എൻ്റെ പേരും കേട്ടിട്ടുണ്ടാവൂലോ അങ്ങ്. എന്തൊരു കോൺഫിഡൻസ് ആണ്, അല്ലെങ്കിൽ എന്തൊരു അഭിമാനവും അഹങ്കാരവുമാണ് എന്ന് പറയുക. അതാണ് ആഖ്യായമാനേഷു ദാനിഷു തേ കർണം യദി അസ്പൃശം. അങ്ങയുടെ കർണത്തെ, ചെവിയെ എൻ്റെ നാമം സ്പർശിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും സ്പർശിച്ചിരിക്കും, നിശ്ചയം. അപ്പോ നൃഗൻ എന്നത് ദാനികളുടെ പേരുകളുടെ കൂട്ടത്തിൽ ആദ്യത്തെ ഏതാനും വിരലിലെണ്ണാവുന്നവരുടെ കൂട്ടത്തിൽ എടുത്തു വെക്കേണ്ടതാണ്, അറിയേണ്ടതാണ്. അറിഞ്ഞിട്ടില്ല അപ്പൊ എന്നെക്കുറിച്ച് എന്ന് അഭിമാനത്തോടെ ചോദിക്കണം. സാധാരണ നൃഗന്റെ പേര് ആരും പറയാറില്ല, അല്ലേ? ആഖ്യായമാനന്മാരായ ദാനികളുടെ പേര് പറയുമ്പോൾ നൃഗന്റെ പേര് നമ്മൾ ആരും പറയുന്നത് കേട്ടിട്ടില്ല. ബാക്കി എത്രയോ ദാനികള് മഹാത്മാക്കളുണ്ട്. എന്തുകൊണ്ട് നൃഗന്റെ പേര് പറഞ്ഞില്ല? നൃഗൻ അഭിമാനിയായതുകൊണ്ട്, അഹങ്കാരിയായതുകൊണ്ട്, സ്വാർത്ഥനായതുകൊണ്ട്. അദ്ദേഹം ദാനം ചെയ്തത് മുഴുവൻ സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ പ്രാചീന ബർഹിസ് കുറെ യാഗങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. എന്തിനു വേണ്ടി? സ്വർഗപ്രാപ്തിക്ക് വേണ്ടി. അപ്പൊ അതുപോലെ ഇയാള് സകാമനായിട്ട് ദാനം ചെയ്യായിരുന്നു, സ്വർഗാദി സുഖപ്രാപ്തിക്ക് വേണ്ടിയിട്ട്. അല്ലാതെ ഇത് തന്റെ കർത്തവ്യമാണ്, അത് ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ് എന്നുള്ളത് കൊണ്ടല്ല. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് ധാരാളം പുണ്യം ആർജിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ദിവ്യ ശരീരം ധരിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും അഭിമാനം നല്ലോണം ഉണ്ട്. ആ അഭിമാനത്തോടെ, സ്വാർത്ഥതയോടെ, ഇതിന്റെ ഫലം എനിക്ക് കിട്ടണം എന്നുള്ള വിചാരത്തോടെ ആരെങ്കിലും ദാനം ചെയ്താൽ അതിൽ ദോഷങ്ങളുണ്ടെങ്കിൽ ആ കൊടുത്ത ആളെ അത് ബാധിക്കും. നേരെ മറിച്ച് നമ്മൾ നിഷ്കാമമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ ആ കൊടുക്കുന്നതിലോ കൊടുക്കുന്ന വസ്തുവിലോ എന്തിലെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കില്ല, അതിൽ പാപമില്ല. കാരണം സ്വാർത്ഥതയില്ല. ഇത് കൊടുത്തിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടണം എന്നുള്ള കച്ചവട ബുദ്ധിയില്ല. കച്ചവട ബുദ്ധിയാണെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആളും കച്ചവടക്കാരനാവും. എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന മുതലിനെ എങ്ങനെയൊക്കെ അയാൾക്ക് മുതലാക്കാമെന്ന് നോക്കും. തിരിച്ച് അതിന് കുറഞ്ഞ വിലയേ തരുള്ളൂ, അല്ലേ? അതാണ് കച്ചവടം. അപ്പൊ അതുപോലെയാണ് ഇവിടെ നമ്മൾ കച്ചവട ബുദ്ധിയോടുകൂടി, സ്വാർത്ഥതയോടുകൂടി എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ദാനം ചെയ്താൽ, പുണ്യം നേടാൻ, സ്വർഗത്തിൽ പോകാനൊക്കെ സങ്കല്പത്തോടെ ദാനം ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ നെഗറ്റീവ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അത് ബാധിക്കും. നിഷ്കാമമായിട്ട് ദാനം ചെയ്യുന്നവർക്ക് അതില്ല. തൻ്റെ കയ്യിൽ ഉള്ളതിനെ പരമാവധി നന്നായിട്ട്
തൻ്റെ മുമ്പിൽ വരുന്നവർക്ക് ഈശ്വരനാണെന്ന് കരുതി നന്നായി കൊടുത്താൽ തീർച്ചയായിട്ടും അതിന് ദോഷമില്ല. അത് കൊടുത്തിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടണം എന്ന് വിചാരിക്കുമ്പോഴേ അപ്പോൾ പിന്നെ കൊടുക്കേണ്ടത് നന്നായിട്ട് തന്നെ കൊടുക്കണം, പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കണം. അത് എല്ലാ കർമ്മങ്ങളിലും അത് ബാധകമാണ്. നമ്മൾ പൂജാദികളൊക്കെ ചെയ്യുമ്പോൾ നിഷ്കാമമായിട്ടൊരു പൂജ ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും ലോപം എന്ന് പറഞ്ഞാൽ ന്യൂനത, കുറവ് എന്തെങ്കിലും വന്നാലും അത് ഭഗവാൻ ക്ഷമിക്കും, നമ്മൾ പൂജിച്ച ആൾ ക്ഷമിക്കും. കാരണം ഒന്നിനും വേണ്ടിയിട്ടല്ല നമ്മൾ പൂജിച്ചത്, നമുക്ക് പൂജിക്കണം എന്നുള്ള നല്ല ശ്രദ്ധയുള്ളത് കൊണ്ട് പൂജിച്ചതാണ്. നേരെ മറിച്ച് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേക സങ്കല്പത്തോടെ ഏതെങ്കിലും കർമ്മം ചെയ്യുമ്പോഴോ വളരെ ജാഗ്രത വേണം. അത് 100% പെർഫെക്റ്റ് ആക്കാനായിട്ട് നോക്കണം. അതിൽ മന്ത്രലോപം, തന്ത്രലോപം, ക്രിയാലോപം, ദ്രവ്യലോപം, അല്ലേ, ഇങ്ങനെയുള്ള ലോപങ്ങളൊന്നും വരരുത്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ അഭിമാനമാണ്. ഇപ്പോഴും പോയിട്ടില്ല. ഈ ഓന്തായിട്ട് കുറേ യുഗങ്ങൾ കടന്നിട്ടും. നൃഗന്റെ കാലം എന്ന് പറഞ്ഞാൽ സൂര്യവംശത്തിൻ്റെ ആരംഭകാലമാണ്. അപ്പോൾ വൈവസ്വത മന്വന്തരത്തിലെ ആദ്യത്തെ ചതുർയുഗത്തിലായിരിക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ അതേ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ് ശ്രീകൃഷ്ണാവതാര കാലത്ത് നടക്കുന്നത്. അപ്പോഴത്തെ ദ്വാപരയുഗമാണ്. മറ്റത് ആദ്യത്തെ ത്രേതായുഗത്തിലോ മറ്റേ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ 28 ചതുർയുഗങ്ങൾ കഴിഞ്ഞു. ഇത്രയും കാലം ഓന്തായിട്ട് കിടക്കായിരുന്നു. എന്നിട്ടും അഭിമാനം പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സ്വാർത്ഥനാണ് ആള് എന്നർത്ഥം. അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ ദോഷം. അഭിമാനം നല്ലോണം ഉണ്ട്. അപ്പൊ എന്നെ കുറിച്ച് കേട്ടിട്ടില്ലേ എന്നാ ചോദിക്കണത്. മൃഗോ നാമ നരേന്ദ്രോഹം ഇക്ഷ്വാകുതനയ പ്രഭോ ദാനിഷ്വാഖ്യായമാനേഷു യതി തേ കർണമസ്പൃശം കിം नु ते അവിദിതം നാദ സർവഭൂതാത്മസാക്ഷിണഃ കാലേനാവ്യാഹതദൃശോ വക്ഷ്യേദാപിതവാജ്ഞയാ. കിം नु ते അവിദിതം നാദ സർവഭൂതാത്മസാക്ഷിണഃ കാലേനാവ്യാഹതദൃശോ വക്ഷ്യേദാപിതവാജ്ഞയാ. ഭഗവാനെ, ഹേ നാഥ, എല്ലാവർക്കും ആശ്രയയോഗ്യനായിരിക്കുന്നവനെ, എനിക്കും ആശ്രയം നൽകിയവനാണ് അങ്ങ്, അഭയം നൽകിയവനാണ്. ഹേ നാഥ, കാലേന അവ്യാഹത ദൃശഃ സർവഭൂതാത്മസാക്ഷിണഃ തേ അവിദിതം കിംനു. തേ അവിദിതം കിംനു, അങ്ങേക്ക് അറിയാത്തതായിട്ട് എന്താ ഉള്ളത്? കാരണം അങ്ങയുടെ വിശേഷണം എന്താണ്? കാലേന അവ്യാഹത ദൃശഃ, എത്ര കാലം കഴിഞ്ഞാലും മറയ്ക്കപ്പെടാത്ത ദർശനത്തോടു കൂടിയവൻ, ദൃഷ്ടിയോടുകൂടിയവൻ. അപ്പോ ഭൂതം, വർത്തമാനം, ഭാവി, അല്ലേ? ഭാവി ഇപ്പൊ നമുക്ക് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഭൂതത്തിലെ പലതും നമുക്ക് മറഞ്ഞു പോയിരിക്കുകയാണ്. ജന്മജന്മാന്തരങ്ങളിലുള്ളതെല്ലാം കാലത്താൽ മറയ്ക്കപ്പെട്ടു. ഈ ജന്മത്തിൽ നടന്നതുപോലും നമ്മൾക്ക് കാലത്താൽ മറയ്ക്കപ്പെട്ടു. ഇന്നലെ നടന്നതുപോലും പലതും ഓർമ്മയില്ല. ഇന്ന് രാവിലത്തെ കാര്യം പോലും പലതും ഓർമ്മയില്ല. അപ്പൊ നമ്മളൊക്കെ എങ്ങനെയുള്ളവരാ? കാലേന വ്യാഹൃത ദൃശഃ, കാലത്താൽ വ്യാഹത ദൃശഃ, വിശേഷേണ ഹനിക്കപ്പെടുന്ന, ബാധിക്കപ്പെടുന്ന ദൃഷ്ടികളോടുകൂടിയവരാണ്. തൊട്ടപ്പുറത്ത്, ചുമരിന്റെ അപ്പുറത്ത് എന്താണെന്ന് അറിയാത്തവരാണ് നമ്മൾ. അങ്ങനെയുള്ള അല്പ ദൃഷ്ടിയോടുകൂടിയ നമ്മൾ എവിടെ കിടക്കണു? കാലേന അവ്യാഹൃത ദൃഷ്ടിയായ ഭഗവാൻ എവിടെ കിടക്കണു? സർവഭൂത ആത്മസാക്ഷിണഃ, സർവഭൂതങ്ങളുടെയും ആത്മസാക്ഷിയാണ്, മനസ്സാക്ഷിയാണ്, അങ്ങ് എല്ലാവരുടെയും അന്തര്യാമിയാണ്. അപ്പൊ എല്ലാവരുടെ ചരിത്രവും അവരറിയുന്നതിനേക്കാൾ നന്നായിട്ട് അങ്ങേക്ക് അറിയാം. അങ്ങനെയുള്ള അങ്ങേക്ക് അവിദിതം കിംനു, അറിയാത്തതായിട്ട് എന്താണുള്ളത് എന്നാണ് ചോദ്യം. അഥാപി തവ ആജ്ഞയാ വക്ഷ്യേ, അഥാപി അങ്ങനെയാണെങ്കിലും അങ്ങ് ചോദിച്ചൂലോ,
ചോദിച്ചിട്ടിനി പറയാതിരിക്കേണ്ട. അതുകൊണ്ട് തവ ആജ്ഞയ, അങ്ങ് ചോദിച്ചത് കൊണ്ട്, അങ്ങയുടെ ആജ്ഞ കൊണ്ട് അഹം ഭക്ഷ്യേ. അപ്പൊ അങ്ങേ ചോദിച്ചതിന് എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം ഉണ്ടാവും. ഇവിടെ നിൽക്കുന്നവരും കൂടി കേട്ടോട്ടെ എന്നായിരിക്കാം ഉദ്ദേശ്യം. അത് നടക്കട്ടെ. അങ്ങേക്കറിയാം. അപ്പൊ അങ്ങേക്ക് വേണ്ടിയിട്ടല്ല അങ്ങ് ചോദിക്കുന്നത്, മറ്റുള്ളവരെ കൂടി ഈ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അതുകൊണ്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞ് പറയാൻ ആരംഭിക്കുന്നു. യാവത്യഹസികതാ ഭൂമേഃ യാവത്യോ ദിവി താരകാഃ യാവത്യോ വർഷധാരാശ്ച താവതീഹി അദദാം സ്മഗാഃ. യാവത്യഹസികതാ ഭൂമേഃ യാവത്യോ ദിവി താരകാഃ യാവത്യോ വർഷധാരാശ്ച താവതീഹി അദദാം സ്മഗാഃ. അപ്പൊ തന്റെ ദാനാഭിമാനത്തെ പ്രഖ്യാപിക്കണം. ഞാൻ എത്ര ദാനം ചെയ്തിട്ടുണ്ടെന്നറിയോ? പറയാം. എത്ര? ഭൂമേഹേ സികതാഹ യാവത്യഹ. ഭൂമേഹേ, ഭൂമിക്ക്, ഭൂമിയുടെ എന്നൊക്കർത്ഥം. സികതാഹ, സികതം എന്നാൽ മൺതരികൾ, മണൽത്തരികൾ എന്നൊക്കെ അർത്ഥം. അപ്പൊ ഭൂമിയിൽ എത്ര മണൽത്തരികളുണ്ടോ, യാവത്യഹ, യാവത്യഹ എത്ര മാത്രമുണ്ടോ. അതുപോലെ ദിവി താരകാഹ യാവത്യഹ, ആകാശത്ത് നക്ഷത്രങ്ങൾ എത്രയുണ്ടോ. എണ്ണിയാൽ ഒടുങ്ങാത്ത ഗാലക്സികളുണ്ട്, നക്ഷത്രങ്ങളുണ്ട്. അത് പൂർവികർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എത്ര നക്ഷത്രങ്ങൾ ആകാശത്തുണ്ടോ. ദിവി യാവത്യഹ താരകാഹ യാവത്യഹ വർഷധാരാഹ. മഴ പെയ്യുമ്പോൾ എത്ര ധാരകളായിട്ട് മഴ പെയ്യും ഓരോ ദേശത്തും. കണക്കില്ലല്ലോ. ആർക്കെങ്കിലും എണ്ണ എടുക്കാൻ പറ്റിയിട്ടുണ്ടോ ഇതുവരെ? ഏതെങ്കിലും മഴക്കാലത്ത് ആരെങ്കിലും ഇരുന്നിട്ട് മൊത്തത്തിൽ കേരളത്തിൽ ഇത്ര ധാര മഴ പെയ്തു എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? എത്ര ധാര എന്നൊന്നും എഴുതപ്പെട്ടിട്ടില്ല. മൊത്തത്തിൽ മില്ലിമീറ്റർ, മില്ലി ലിറ്റർ എന്നൊക്കെ പറഞ്ഞ് പറയും. മില്ലിമീറ്റർ, സെന്റിമീറ്റർ. ഭൂതലത്തിൽ നിന്ന് എത്ര ഉയരത്തിൽ ആ വെള്ളം നിൽക്കുന്നു മഴ പെയ്തു കഴിഞ്ഞാൽ, ആ കണക്ക് നോക്കിയിട്ട്. അപ്പൊ പെയ്യുന്ന കണക്ക് കിട്ടില്ല ആർക്കും. അത്രയും ധാരയായിട്ടാണ് മഴ പെയ്യുക. അപ്പൊ അതൊക്കെ എത്രയുണ്ടോ. താവത്യഹ താവതീഹി ഗാഹ അഹമദതാം. താവതീഹി അത്രത്തോളം ഗാഹ പശുക്കളെ, ഗോക്കളെ, അഹമദദാഹ അതദാം ഞാൻ ദാനം ചെയ്തു. അതദാം എന്നുള്ളത് അഹം അതദാം ഞാൻ ദാനം ചെയ്തു എന്ന് ഉറപ്പിച്ചു പറയുന്നു. അപ്പൊ ഞാൻ കൊടുത്ത പശുക്കൾക്ക് എണ്ണമില്ല എന്നാ ചുരുക്കത്തിൽ പറയുന്നത്. ഭൂമിയിലെ എത്ര മൺതരികളുണ്ടോ, ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ടോ, മഴ പെയ്യുമ്പോൾ എത്ര ജലധാരകളുണ്ടാകുമോ അത്രയും പശുക്കളെ ഞാൻ ദാനം ചെയ്തു. എന്തൊരു അഭിമാനമാണ് നോക്കൂ. അല്ലെങ്കിൽ സാധാരണ ആളുകൾ എന്താ പറയുക, നല്ല വിനയമുള്ളവരെന്താ പറയുക, അയ്യോ ഞാനൊന്നും കൊടുത്തിട്ടില്ല, ഭഗവാൻ എന്തൊക്കെയോ തന്നു, എന്തൊക്കെയോ കൊടുത്തു, എൻ്റെ കയ്യിലൂടെ പോയി എന്ന് മാത്രമേ ഉള്ളൂ, ഞാനൊരു നിമിത്തം മാത്രം. അല്ലാതെ ഞാൻ കൊടുത്തു എന്ന് ആരും, വിനയുള്ളവരാരും പറയില്ല, ഈശ്വര ഭക്തിയുള്ളവരാരും പറയില്ല. അപ്പം ഇത് അഹങ്കാരം കൊണ്ട് കൊട്ടിഘോഷിക്കുകയാണ്, ഇത്രയും ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന്. അതും എങ്ങനെയൊക്കെയുള്ള പശുക്കളെ കൊടുത്തു എന്ന് വീണ്ടും പറയുന്നു. പയസ്വിനീ തരുണീ ശീലരൂപഗുണോപപന്നാഃ കപിലാ ഹേമശൃംഗീ ന്യായാർജിതാ രൂപ്യഗുരാ സവത്സാഃ ദുകൂലമാലാഭരണാ ദദൗ അഹം. പയസ്വിനീ തരുണീ ശീലരൂപഗുണോപപന്നാഃ കപിലാ ഹേമശൃംഗീ ന്യായാർജിതാ രൂപ്യഗുരാ സവത്സാഃ ദുകൂലമാലാഭരണാഃ ദദൗ അഹം. അഹം ദദൗ ഞാൻ ദാനം ചെയ്തു. എങ്ങനെയുള്ള പശുക്കളെ? കറവ പറ്റിയ പശുക്കളെ അല്ല. പയസ്വിനീ നല്ല വലിയ അകിടുള്ള, ധാരാളം ചൊരക്കുന്ന, കറക്കുന്ന, നല്ല പാലുള്ള പശുക്കളെ പയസ്വിനീ. തരുണീഹി വയസ്സായതല്ല, അവസാനത്തെ പ്രസവമല്ല. തരുണീഹി ആദ്യത്തെ പ്രസവമായിരിക്കാം.
തരുണീഹി പ്രായം കുറഞ്ഞവയും ശീലരൂപ ഗുണ ഉപപന്നാഹ കറക്കാൻ ചെല്ലുമ്പോൾ ചവിട്ടുന്നതും കുത്തുന്നതുമല്ല, നല്ല ശീലമുള്ള സൗമ്യശീലമുള്ളതും നല്ല രൂപ ലക്ഷണങ്ങളെല്ലാം തികഞ്ഞതും എല്ലാ ഗുണങ്ങളും തികഞ്ഞതുമായിട്ടുള്ള ഉപപന്നങ്ങളായിരിക്കുന്ന പശുക്കളെ ഞാൻ കൊടുത്തു. കപിലാഹ കപിലവർണ്ണമുള്ളതായിട്ടുള്ള പശുക്കളെ ഞാൻ കൊടുത്തു. പശുക്കളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വർണ്ണമായിട്ടാണ് കപിലാഹ. ഹേമശൃംഗീഹി സ്വർണം കെട്ടിയ കൊമ്പോട് കൂടിയിട്ടാണ് ഞാൻ കൊടുത്തത്, വെറുതെയല്ല കൊടുത്തത്, ഹേമം ശൃംഗത്തിൽ കെട്ടിയിട്ട്. രൂപ്യ ഗുരാഹ ഖുരം കുളമ്പാണ്, കുളമ്പില് രൂപ്യം എന്നാൽ വെള്ളി, അപ്പൊ വെള്ളി കൊണ്ട് കുളമ്പ് കെട്ടിയിട്ട്. ഇപ്പൊ പശുവിന്റെ ദാനം ചെയ്യുമ്പോൾ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒക്കെ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. വെള്ളി കൊണ്ട് കുളമ്പ് കെട്ടി സ്വർണം കൊണ്ട് കൊമ്പ് കെട്ടി വേണം കൊടുക്കാൻ. മാത്രമല്ല ന്യായാർജിതാഹ ഞാൻ ആരെയും തട്ടിച്ചും വെട്ടിച്ചും ഉണ്ടാക്കിയതൊന്നുമല്ല, അധർമ്മ മാർഗത്തിലൂടെ ഉണ്ടാക്കിയതല്ല, എൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ട് ന്യായമായിട്ട് ഞാൻ ആർജിച്ചതാണ്. ഒരു രാജാവ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് കരം കിട്ടിയതായിട്ടുള്ള ആ ധനങ്ങൾ ഒക്കെ കൊണ്ട് ഞാൻ ഇതിനെ വളർത്തിക്കൊണ്ടുവന്നതാണ്. ആരെയും പറ്റിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല. ന്യായാർജിതാഹ സവത്സാഹ ഇനി കുട്ടി ഇല്ലാതെ കുട്ടി ചത്തതോ കുട്ടി ഇല്ലാത്തതോ ആയിട്ടുള്ള പശുക്കളെയല്ല കൊടുക്കുന്നത്, വത്സങ്ങളോട് കൂടിയ ധേനുക്കളെയാണ് ഞാൻ കൊടുത്തത്. ദുകൂല മാലാഭരണാഹ ദുകൂലം പട്ടുവസ്ത്രം, മാല, പൂമാലാദികൾ, ആഭരണങ്ങൾ, സ്വർണം കൊണ്ടും മറ്റുമൊക്കെ മാലകളും മറ്റുമൊക്കെ ചാർത്തിയിട്ട്, അപ്പോൾ മാലകളും വസ്ത്രങ്ങളും ഒക്കെ ചാർത്തിയിട്ടാണ് ഞാൻ പശുക്കളെ കുട്ടികളോടുകൂടി ദാനം ചെയ്തത്. അത്രയും ഗാഹ അഹം ദദൗ ഇങ്ങനെയുള്ള പശുക്കളെ ഞാൻ ദാനം ചെയ്തു. അപ്പൊ അഭിമാനം കുറച്ചല്ല അല്ലേ, കേൾക്കുമ്പോൾ അറിയണ്ടല്ലോ അല്ലേ ആ ടോൺ എന്താണെന്ന്. പയസ്വിനീ തരുണീ ശീലരൂപ ഗുണോപപന്നാഹ കപിലാഹേമശൃംഗീഹി ന്യായാർജിതാരൂപ്യഗുരാസവത്സാഹ ദുകൂലമാലാഭരണാദാവഹം. ഇപ്പൊ കേൾക്കുന്നവർക്കും ഇതിൽ നിന്നൊക്കെ പഠിക്കാനുണ്ട്. ഇത്രയൊക്കെ കൊടുത്തിട്ടും അയാൾ ഓന്തായില്ലോ അല്ലേ? ഒന്നും മോശമല്ലാതെ ധാരാളമായിട്ട് കൊടുത്ത ആളാണ്, ദാനശീലനാണ്. നല്ല പശുക്കളെയാ കൊടുത്തതെല്ലാം. എന്നിട്ടും അയാൾക്ക് ഈ ഗതി വന്നുവെങ്കിൽ എന്ത് പറ്റി? അത് നമ്മൾ അന്വേഷിക്കണം, ജാഗ്രത പാലിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ വിസ്തരിക്കുന്നതും. അപ്പൊ ശുദ്ധമായ വസ്തുക്കളെയാണ് ഞാൻ ദാനം ചെയ്തിട്ടുള്ളത്. സ്വലങ്കൃതേഭ്യോ ഗുണശീലവദ്ഭ്യഃ സീതത്കുടുംബേഭ്യ ഋതവ്രതേഭ്യഃ തപസ്രുതബ്രഹ്മവദാന്യസദ്ഭ്യഃ പ്രാദാം യുവഭ്യോ ദ്വിജപുംഗവേഭ്യഃ. സ്വലങ്കൃതേഭ്യോ ഗുണശീലവദ്ഭ്യഃ സീതത്കുടുംബേഭ്യ ഋതവ്രതേഭ്യഃ തപസ്രുതബ്രഹ്മവദാന്യസദ്ഭ്യഃ പ്രാദാം യുവഭ്യോ ദ്വിജപുംഗവേഭ്യഃ. ഇപ്പൊ ദാനം കൊടുക്കുന്നത് ഉത്തമ പാത്രങ്ങൾക്കായിരിക്കണം. അപ്പോഴാണ് ആ ദാനം ഉത്തമമാകുന്നത്, സാത്വികമാകുന്നത്. ദേശം, കാലം, പാത്രം ഒക്കെ നോക്കിയിട്ട് വേണം ദാനം കൊടുക്കാനായിട്ട്. അപ്പൊ അതിൽ പാത്രത്തെ കുറിച്ച് പറയുന്നു. ആർക്കൊക്കെയാണ് കൊടുത്തത്, എങ്ങനെയുള്ളവർക്കാ കൊടുത്തത്? മോശക്കാർക്കല്ല, നല്ല ഉത്തമ ബ്രാഹ്മണർക്ക് എന്നാ പറയണത്. എങ്ങനെയുള്ള ബ്രാഹ്മണര്? സ്വലങ്കൃതേഭ്യോ നന്നായിട്ട് അലങ്കരിച്ച് വന്നവരായിട്ടുള്ള ബ്രാഹ്മണര് എന്ന് വെച്ചാൽ അവരുടെ സംസ്കാരമുള്ളവർ എന്നർത്ഥം പറയാനാണ്. രാവിലെ എഴുന്നേറ്റ് കുളിക്കൂല്ലാതെ വൃത്തികെട്ട മുഷിഞ്ഞ വസ്ത്രങ്ങളുമൊക്കെ നാറിക്കൊണ്ട് നടക്കുന്ന അല്ലേ ബ്രാഹ്മണരും ഉണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടവരല്ല. വെറുതെ ബ്രാഹ്മണ പേര് മാത്രം കൊണ്ട് നടക്കുന്നവരല്ല. മുഷിഞ്ഞ വസ്ത്രവും ചെളി പിടിച്ച പൂണൂലും ഒക്കെ ഇട്ട് നടക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടതല്ല. സ്വലങ്കൃതേഭ്യ നല്ല ശരീരത്തെയൊക്കെ നല്ലപോലെ സംസ്കരിച്ചവരാണ്. സ്നാനാദികൾ ചെയ്ത് വൃത്തിയായിട്ട് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് വേണ്ട
ആഭരണങ്ങളൊക്കെ ധരിച്ചവരായിട്ട് എന്നർത്ഥം. സ്വലങ്കൃതേഭ്യ ഗുണശീലവദ്ഭ്യ, ഗുണവും ശീലവും ഒക്കെ ഉള്ളവരാണ്, നല്ല നല്ല സ്വഭാവശീലങ്ങളൊക്കെ സദാചാരമൊക്കെ ഉള്ളവരാണ്. അങ്ങനെയുള്ള ബ്രാഹ്മണർക്ക് വേണം ദാനം കൊടുക്കാൻ എന്നർത്ഥം. അല്ലാതെ ബ്രാഹ്മണൻ എന്ന് ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ കൊടുക്കരുത് എന്നാണ്. സീതത് കുടുംബേഭ്യ, ബ്രാഹ്മണര് അവര് എന്താ പറയുക, സാത്വികന്മാരായതുകൊണ്ട് വെട്ടിപ്പിടിക്കാനും നെട്ടോട്ട ഓടുന്നവരൊന്നുമല്ല. എന്താ എതിർച്ചാലാഭ സന്തുഷ്ടന്മാരായിരിക്കും കുചേലനെയൊക്കെ പോലെ. അതുകൊണ്ട് അവരുടെ കുടുംബം ക്ഷീണിച്ചിട്ടുണ്ടാവും ദാരിദ്ര്യം കൊണ്ട്. അതാണ് ഇവിടെ സീതത് കുടുംബേഭ്യ, തളർന്ന, ക്ഷീണിച്ച, ക്ഷയിച്ച അഥവാ ദാരിദ്ര്യം കൊണ്ട് വലഞ്ഞ കുടുംബങ്ങളോടുകൂടിയവന്. അവർക്ക് ഋതവ്രതേഭ്യ, നല്ല ഋതം അഥവാ സത്യത്തെ വ്രതമായി കൊണ്ട് നടക്കുന്നവർ, സത്യനിഷ്ഠയുള്ളവർ, വെറുതെ നുണ പറഞ്ഞു നടക്കുന്ന ആളുകളല്ല. ഋതവ്രതേഭ്യ തപസ്രുത ബ്രഹ്മപദാന്യസദ്ഭ്യ, തപസ്സുകൊണ്ടും ശ്രുതം കൊണ്ടും എന്ന് വെച്ചാൽ വേദാധ്യയനം കൊണ്ടും. അപ്പോൾ സ്വധർമാനുഷ്ഠാനം, വേദാധ്യയനം, അതുപോലെ ബ്രഹ്മവദാന്യ സദ്ഭ്യ, ബ്രഹ്മവദന്മാർ എന്ന് പറഞ്ഞാൽ വേദം പറയുന്നവർ, വേദം ഘോഷിക്കുന്നവർ, പൗരോഹിത്യത്തിന് വേണ്ടിയോ മറ്റുള്ളവരെ അധ്യയനം ചെയ്യിക്കാൻ വേണ്ടിയോ അധ്യാപനം ചെയ്യിക്കാൻ വേണ്ടിയോ വേദത്തിൽ നല്ല പാണ്ഡിത്യമുള്ളവർ, ബ്രഹ്മവദാന്യന്മാര്, അങ്ങനെയുള്ള സഭ്യന്മാർ, സഭ്യ സജ്ജനങ്ങൾക്ക്, അത്യന്തം ഉദാരന്മാരായ സജ്ജനങ്ങൾക്ക്. അതുപോലെ യുവഭ്യ, പുതുതായി വിവാഹം കഴിച്ച് ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന യുവാക്കൾ. ദ്വിജപുങ്കവേഭ്യ, അങ്ങനെയുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠർക്കാണ് അഹം പ്രാദാം, ഞാൻ ദാനം ചെയ്തത്. അല്ലേ, വയസ്സന്മാർക്ക് പശുക്കളെയൊക്കെ കൊടുത്താൽ അവർക്ക് പണിയാവും, അവർക്ക് അവരുടെ ദേഹം നോക്കാൻ തന്നെ വയ്യ. അപ്പോൾ പിന്നെ പശുക്കളെ എങ്ങനെ അവർ പാലിക്കും? അതുകൊണ്ടാണ് യുവഭ്യ എന്നെടുത്ത് പറഞ്ഞത്. പശുക്കളെ കൊടുക്കുമ്പോൾ യുവാക്കൾക്ക് കൊടുക്കണം, വയസ്സായവർക്ക് വല്ല പെൻഷൻ കൊടുക്കാം, അല്ലേ, അവർക്ക് പണി കൊടുക്കരുത്. അപ്പോൾ ആർക്ക് എന്ത് കൊടുക്കണം എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് പാത്രം നോക്കിയിട്ടാണ് ഞാൻ ദാനം ചെയ്തത്. അപ്പോൾ ഇതിലും അഭിമാനം. ഇങ്ങനെയുള്ള യോഗ്യന്മാരായിട്ടുള്ളവർക്കാണ് ഞാൻ ദാനം ചെയ്തിട്ടുള്ളത്. സ്വലങ്കൃതേഭ്യോ ഗുണശീലവദ്ഭ്യ സീതത് കുടുംബേഭ്യ ഋതവ്രതേഭ്യ തപസ്രുത ബ്രഹ്മവദാന്യസദ്ഭ്യ പ്രാദാം യുവഭ്യോ ദ്വിജപുങ്കവേഭ്യ ഗോഭൂഹിരണ്യായതനാശ്വഹസ്തിനഃ കന്യാ സദാസീഃ തിലരൂപ്യശയ്യാഃ വാസാംസി രത്നാനി പരിച്ഛദാൻ രഥാൻ ഇഷ്ടം ച യജ്ഞൈശ്ചരിതം ച പൂർത്തം. ഗോഭൂഹിരണ്യായതനാശ്വഹസ്തിനഃ കന്യാ സദാസീഃ തിലരൂപ്യശയ്യാഃ വാസാംസി രത്നാനി പരിച്ഛദാൻ രഥാൻ ഇഷ്ടം ച യജ്ഞൈശ്ചരിതം ച പൂർത്തം. ഇനി പശുക്കളെ മാത്രമല്ല ഞാൻ കൊടുത്തിട്ടുള്ളത്, വേറെന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? ഗോഭൂഹിരണ്യ ആയതന അശ്വഹസ്തിനഃ കന്യാ സദാസീഃ കന്യാഃ തിലരൂപ്യശയ്യാഃ വാസാംസി രത്നാനി പരിച്ഛദാൻ രഥാൻ ഇഷ്ടം പൂർത്തം യജ്ഞൈഃ ചരിതം. അപ്പോ എന്തൊക്കെ കൊടുത്തു എണ്ണി പറയണം. ഗോക്കളെ കൊടുത്തു, അത് പറഞ്ഞു. ഭൂമി കൊടുത്തു ഞാൻ ധാരാളമായിട്ട്. ഹിരണ്യം, സ്വർണം ഞാൻ വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. ആയതനം, എന്താ ആയതനം? ഗൃഹങ്ങൾ, ഭവനങ്ങൾ, ആളുകൾക്ക് വീട് കൊടുത്തിട്ടുണ്ട് ഞാന്. അശ്വം, കുതിരകളെ കൊടുത്തിട്ടുണ്ട് വേണ്ടവർക്ക്. ഹസ്തിനഃ, ആനകളെ ദാനം ചെയ്തിട്ടുണ്ട്. കന്യാഹ സദാസീഹി, സദാസീഹി കന്യാഹ, ദാസിമാരോടുകൂടി കന്യകളെ പലർക്കും ഞാൻ ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലർക്കും ഞാൻ വിവാഹം ചെയ്യാനൊക്കെ സഹായം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അർത്ഥം. അതുപോലെ തിലരൂപ്യ ശയ്യാഹ,
തിലം എള്ള്, രൂപ്യം വെള്ളി, ശയ്യ മെത്തകള്, ഇതൊക്കെ ഞാൻ ദാനം ചെയ്തിട്ടുണ്ട്. എല്ലാ ആവശ്യത്തിനുള്ള വസ്തുക്കളും ഞാൻ ദാനം ചെയ്തിട്ടുണ്ട്. വാസാംസി, വസ്ത്രങ്ങൾ ധാരാളം ദാനം ചെയ്തിട്ടുണ്ട്. രത്നാനി, വിവിധ രത്നങ്ങൾ ഞാൻ ദാനം ചെയ്തു. പരിച്ഛതാൻ, വീട്ടുപകരണങ്ങൾ, ഫർണിച്ചറും പാത്രങ്ങളും ഒക്കെ പരിച്ഛദങ്ങളാണ്, അതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. രഥാൻ, വാഹനങ്ങളെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മയാ ദത്താഹ, എന്നാൽ നൽകപ്പെട്ടു. അതുമാത്രമല്ല, യജ്ഞൈഹി ഇഷ്ടം ച പൂർത്തം ച ചരിതം, യജ്ഞങ്ങളാൽ ഇഷ്ടി ചെയ്യപ്പെട്ടു. ദേവാരാധനകളാണ് ഇഷ്ടികൾ. അപ്പൊ യജ്ഞങ്ങളെ കൊണ്ട് ഞാൻ ദേവന്മാരെ ആരാധിച്ചിട്ടുണ്ട്. പൂർത്തം ചരിതം, പൂർത്തം എന്ന് പറഞ്ഞാല് പൂർത്തകർമ്മങ്ങൾ എന്നാൽ സാമൂഹ്യ സേവന കർമ്മങ്ങൾ. മനുഷ്യന്മാർക്ക് അതുപോലെ മറ്റ് മൃഗങ്ങൾക്ക് പ്രകൃതിക്ക് ഒക്കെ ചെയ്യുന്ന സേവനങ്ങളാണ് പൂർത്തകർമ്മങ്ങൾ. അപ്പോൾ മനുഷ്യന്മാർക്കായിക്കൊണ്ട് കുളങ്ങൾ, കിണറുകൾ, തണ്ണീർപന്തൽ, വഴിയമ്പലങ്ങൾ മുതലായത്, അന്നദാനാദികളൊക്കെ പൂർത്തം. അതുപോലെ മറ്റ് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളം വയ്ക്കുക, പക്ഷികൾക്ക് വെള്ളം വയ്ക്കുക, പശുക്കൾക്ക് വെള്ളം വയ്ക്കുക, സസ്യജാലങ്ങൾ വെച്ചുപിടിപ്പിക്കുക, ഇതൊക്കെ പ്രകൃതിയെ സംരക്ഷിക്കാൻ, മറ്റു ജന്തുക്കളെ രക്ഷിക്കാനൊക്കെ ആയിട്ടും ഞാൻ പൂർത്തകർമ്മങ്ങൾ, സാമൂഹ്യ സേവന കർമ്മങ്ങൾ ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്. മയാചരിതം. അപ്പൊ ഗോദാനം മാത്രമല്ല, ഒരുപാട് ദാനം ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ യജ്ഞങ്ങളെ കൊണ്ട് ദേവന്മാരെ ആരാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അവാർഡുകൾ ഉണ്ടെങ്കിൽ എനിക്ക് തരാം, അല്ലേ? ദാനികളിൽ വെച്ച് ഒന്നാമനായിട്ട് കണക്കാക്കി എനിക്ക് വല്ല അവാർഡുകളൊക്കെ നൽകിക്കോളൂ. ദാനശിരോമണി, സേവാരത്നം എന്നൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ പദവികളൊക്കെ എനിക്ക് നൽകിക്കോളൂ. ഇങ്ങനെ തൻ്റെ ദാനങ്ങളെക്കുറിച്ച് എടുത്തെടുത്തെടുത്ത് പറഞ്ഞു. എന്ന് വെച്ചാൽ ഇത്രയും വലിയ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ പുണ്യത്തിന് വേണ്ടി സകാമമായിട്ട് ചെയ്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് തിരിച്ചടിയുണ്ടായത്. അപ്പോൾ ആ ഒരു കഥയെക്കുറിച്ച് അദ്ദേഹം ചെയ്ത ഒരു തെറ്റ്, ഒരു അബദ്ധം, അതെന്താണെന്ന് വിസ്തരിച്ച് പറയുകയാണ് 16-ാം ശ്ലോകം മുതൽ. അത് നമുക്ക് വൈകുന്നേരം നോക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. വൈകുന്നേരം കാണാം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം.